എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടെ ആരംഭിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സനാതന ധർമാമൃതം എന്നുള്ള ഒരു പരിപാടി കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ചിരുന്നു. അതിൻ്റെ 4ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സെഷനിൽ നമുക്ക് ഇന്ന് ഇവിടെ അതിഥിയായി നമ്മുടെ ഈ വേദി അലങ്കരിക്കുവാനായി എത്തിയിട്ടുള്ളത് എല്ലാവർക്കും സുപരിചിതയായ പ്രഭാഷകയും നിരൂപകയും അധ്യാപകയും ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയും ഒക്കെയായ നമുക്കൊക്കെ ഏവർക്കും പ്രിയപ്പെട്ട ശ്രീമതി കെ പി ശശികല ടീച്ചറാണ്. ടീച്ചറെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി സജിന രാജേഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം. ശങ്കര പൂജിതേ ശാരദേ ശങ്കര പൂജിതേ ശാരദേ സർവസഹോദരി ശാരദേ അഭീഷ്ടവരദേ ശാരദേ അദ്ഭുത ചരിതേ ശാരദേ അഭീഷ്ടവരദേ ശാരദേ അദ്ഭുത ചരിതേ ശാരദേ ശൃംഗഗിരിസ്തേ ശാരദേ ശ്രുതി പ്രതിപാദേ ശാരദേ ശങ്കര പൂജിതേ ശാരദേ സർവസഹോദരി ശാരദേ മംഗളദായിനി ശാരദേ സംഗീത പ്രിയേ ശാരദേ കാമിതവരദേ ശാരദേ കോമളചരണേ ശാരദേ ശങ്കര പൂജിതേ ശാരദേ സർവസഹോദരി ശാരദേ ശങ്കര പൂജിതേ ശാരദേ. ശങ്കര. വളരെ സന്തോഷം സജിനാജി. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സുരേഷ് പാഴൂരേട്ടൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ അതിഥിക്കും അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റുള്ള ഗുരുജനങ്ങൾക്കും സ്വാഗതം ഏകുമാനെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സായം സന്ധ്യയിൽ നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് ശ്രീമതി ശശികല ടീച്ചറാണ്. ശശികല ടീച്ചർക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് എല്ലാവരും വിഷു കണിയൊരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇങ്ങനെയൊരു നല്ല അവസരം തീർച്ചയായിട്ടും ടീച്ചറുടെ ഭാഷണങ്ങളിൽ കൂടി തന്നെ അനുഗ്രഹീതരാവാൻ നല്ലൊരു അവസരം നമുക്കിന്ന് സംജാതമായിരിക്കുകയാണ്. ഈ പരമ്പരയിൽ ഇന്ന് 4ാമത്തെ ഭാഗമാണ്. ശശികല ടീച്ചറുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി ആദിശങ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനായി ഫൗണ്ടർ മെമ്പറും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. 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 സർവേഭ്യോ നമസ്കാരഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്
ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സനാതനധർമ്മ പ്രചാരകരിൽ പ്രമുഖയായ നമ്മളുടെ പ്രിയങ്കരിയായ ശ്രീമതി ശശികല ടീച്ചർക്കും ആദരവോടുകൂടി വിനമ്രമായി നമസ്കരിച്ചുകൊണ്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ ടീച്ചർക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വമാണ് എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ടീച്ചർക്ക് എന്ന് പറയുവാൻ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആദിശങ്കര കുടുംബത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് പലപ്പോഴായിട്ട് പല ആചരണങ്ങളിലും പ്രചരണങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ വളരെ എളിയ വാക്കുകളിൽ ഈ ഫൗണ്ടേഷൻ ഒന്ന് പരിചയപ്പെടുത്താം എന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇന്നേക്ക് 4 വർഷത്തിന് മുൻപ് കാലടി ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഓഫ് 1882, അതോടൊപ്പം തന്നെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഓഫ് കേരള, അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇന്ന് ലോകമെമ്പാടുമായിട്ട് 34ഓളം ചാപ്റ്ററുകളിൽ ഇത് പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ലോക നന്മയ്ക്ക് വേണ്ടി ശങ്കരോതീതി ശങ്കര എന്നാണല്ലോ. അപ്പോൾ ആ ശങ്കരന്റെ നാമധേയത്തിലാണ് നാം ഇങ്ങനെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ തുടങ്ങിയത്. അപ്പോൾ ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരാംശമുണ്ടെന്നും അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പുണ്യാവതാരം, പൂർണ്ണപുണ്യാവതാരം, ഇങ്ങനെയാണ് ഈശ്വരാംശം എന്നുള്ള ആ അദ്വൈത സിദ്ധാന്തത്തെ, ഈശ്വരനിൽ നിന്നിൽ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന ആ പരമമായ അദ്വൈത സിദ്ധാന്തത്തെ ലോകമെമ്പാടും ആചരണത്തിലൂടെയും പ്രചരണം നടത്തുക എന്നുള്ളതാണ്. ആചരണത്തിലൂടെ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതിലാണ് നാം അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ആദ്യം തന്നെ നമ്മൾ സുഹൃതം സംസ്കൃതം എന്ന് പറഞ്ഞ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ഏതാണ്ട് 360ഓളം കുട്ടികളെ, ലോകമെമ്പാടുമുള്ള ജനങ്ങളെ, അതിൽ 360 പേര് പങ്കെടുത്തു. അവരെ നമ്മൾ യാതൊരു പണവും മേടിക്കാതെ, യാതൊന്നും ഇച്ഛിക്കാതെ സംസ്കൃതം പഠിപ്പിക്കുകയുണ്ടായി. സുഹൃതം സംസ്കൃതം എന്ന ഒരു പ്രോഗ്രാം നടത്തി. കാരണം എന്തുകൊണ്ടാണ്? ഭാരതീയ സംസ്കൃതികൾ വരും തലമുറയ്ക്ക് ഭാരതീയ സംസ്കൃതി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ആ ഭാരതീയ സംസ്കൃതിയെ അറിയണമെങ്കിൽ വൈദികമായ പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാരനായ നമ്മളിൽ അതെത്തണമെങ്കിൽ സംസ്കൃതത്തെ അടുത്തറിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സുഹൃതം സംസ്കൃതം എന്ന പേരിൽ ആ സംസ്കൃതം പഠിപ്പിച്ചത്. അതിനുശേഷം അദ്വൈത ലഹരി എന്ന നാമധേയത്തിൽ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറ് ഇന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് ക്ലാസ്സുകൾ എടുത്തു വരുന്നു. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ വേദം മുതൽ വേദാന്തങ്ങൾ, ഉപനിഷത്തുകൾ, അതേപോലെ തന്നെ ധർമ്മസൂത്രങ്ങൾ, സ്മൃതികൾ, പുരാണങ്ങൾ, ഇവ വളരെ സ്ട്രക്ചേർഡായിട്ട് പഠിപ്പിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ദിഗ്വിജയം എന്ന സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ വളരെ ഭംഗിയായിട്ട് താത്വികമായിട്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെയും ഭാഷ്യങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ അഹം ബ്രഹ്മാസ്മി എന്ന് ശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം ജനങ്ങളെ തൽപരരാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതുല്യ ഭാരതം എന്ന പേരിൽ ഭാരതത്തിലുള്ള, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുള്ള എല്ലാ പ്രത്യേകകരമായ വിശേഷങ്ങളെയും ഉത്സവങ്ങളെയും നാം ആഘോഷിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മറ്റൊരു ചിന്തയില്ല, മറ്റൊന്ന് ഇല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയേ ഉള്ളൂ, അത് ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ ആഘോഷങ്ങളും നാം ആഘോഷിക്കുക. അങ്ങനെ അതുല്യ ഭാരതം എന്ന നാമധേയത്തിൽ നാം ഒരു പ്രോഗ്രാം ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും സന്ധ്യയ്ക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് സന്ധ്യാസമയത്ത് പ്രാർത്ഥനകളൊക്കെ വളരെ കുറവായിരിക്കുന്നു. TV സീരിയലുകളൊക്കെ ആയിരുന്നല്ലോ, അതിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്സന്ധ്യ എന്ന നാമധേയത്തിൽ എന്താണ്, സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷമശ്നുതേ എന്ന ആ അടിസ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ട്
സത്സംഗങ്ങൾ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ക്ലാസ് നാം നടത്തി വരുന്നുണ്ട്. ഇങ്ങനെ അതുകൂടാതെ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയും, ക്ഷേത്രായണം എന്നൊരു ഒരു പ്രോഗ്രാമിലൂടെ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയും നാശോന്മുഖമായ ക്ഷേത്രങ്ങളെ നമ്മൾ അത് നന്നാക്കി പുനരുദ്ധരിക്കുവാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദിശങ്കരൻ്റെ നാമധേയത്തിൽ ഉണ്ടാകുവാനുള്ള കാരണം ആദിശങ്കരൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനേക്കാളും വളരെ ചലഞ്ചിങ് ആണ് ഇന്നത്തെ നമ്മളുടെ ജീവിത സിറ്റുവേഷൻ എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സനാതനധർമ്മത്തെ നാശോന്മുഖമായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ബുദ്ധന്മാരിൽ കാപാലികന്മാരും വജ്രായനന്മാരും ജൈനന്മാരും എല്ലാം നശിച്ച ഹിന്ദുമതം വളരെ നാശോന്മുഖമായിരിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടവും ഹിന്ദുമതത്തെ നശിപ്പിക്കുവാനായിട്ട് ശത്രുതകൾ മാത്രമേ ഉള്ളൂ. സനാതനധർമ്മത്തിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധങ്ങൾ നടക്കുന്ന ഈ അവസരത്തിൽ നാം ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ, ഒരു മഹാപുരുഷന്റെ സംശ്രയത്തിലൂടെ കൂടി സനാതനധർമ്മത്തെ പുനരുദ്ധരിക്കുക എന്ന മഹത്തായ ആ മനുഷ്യ സംസ്കാരം നാം ലഭിച്ച നമ്മൾ അത് പാലിക്കണം എന്നുള്ള ഏക ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമായിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്ന് സനാതനധർമ്മത്തിൻ്റെ പ്രമുഖരായിരിക്കുന്ന നമുക്ക് ഏവർക്കും പരിചിതയായിരിക്കുന്ന ശ്രീ ശശികല ടീച്ചർ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ ചരിതാർത്ഥജനകമാണ്. കൂടുതൽ സമയം കളയുന്നില്ല. ടീച്ചറുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ എളിയ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. വളരെ ഭക്ത്യാദരവോടുകൂടി ഇന്നത്തെ ഈ സനാതന പരിപാടിയിലേക്ക് നിലപാടുകളുടെ വനിതയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ അഭിമാനത്തോടു കൂടി KP ശശികല ടീച്ചറിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം കയറിയ ശങ്കര ഭഗവത് പാദരുടെ പാത പിന്തുടർന്നുകൊണ്ട് കേവലം ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ഗുരുപാദങ്ങളിൽ നമസ്കരിക്കുക മാത്രമല്ല, ഗുരു എന്താണോ ചെയ്തിരുന്നത് അതിന്റെ തുടർച്ച അതിനേക്കാൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ധർമ്മം എന്ന് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മയിൽ ഇവിടെ നിങ്ങളോടൊപ്പം ഇത്തിരി നേരം പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ വെളിപ്പെടുത്തട്ടെ. ഒപ്പം ഒരു ക്ഷമാപണവും. കാരണം 8 മണിക്ക് കയറാം എന്ന് പറഞ്ഞത് ലേശം വൈകിയാണ് കയറിയത്. അങ്ങനെ ശീലം പതിവില്ല. കാരണം ഒട്ടും വൈകരുത് എന്നുള്ളൊരു വാശിയുണ്ട്. പക്ഷെ അത് കുറച്ച് അങ്ങനെ പറ്റിപ്പോയി. എന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഇന്ന് 13-ാം തീയതിയാണെന്ന് മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. ഒരു സ്ഥലജലഭ്രമം ഒക്കെ സംഭവിച്ചോ എന്നൊരു തോന്നല്, ഡേറ്റ് മറന്നുപോയി. അപ്പൊ ഏതായാലും ക്ഷമിക്കണം എന്നാദ്യം തന്നെ പറയട്ടെ. ഇനി മറ്റൊന്നൊരു ക്ഷമാപണം ചോദിക്കണം എന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്താണ് പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി കേട്ടപ്പോൾ സമസ്ത മേഖലകളിലും നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നത് എങ്ങനെയാ? നിങ്ങൾ ശങ്കരാചാര്യരെ പഠിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരെ പഠിച്ച ഒരു കൂട്ടം ആളുകൾക്ക് മുന്നിൽ സനാതന ധർമ്മത്തെ പറ്റി പറയാൻ പോവുക എന്ന് പറഞ്ഞാൽ കൊല്ലക്കടയിൽ സൂചി വിൽക്കാൻ പോകുന്നതിന് തുല്യമായിരിക്കും എന്നുറപ്പാണ്. അപ്പൊ അതാണ് അടുത്തൊരു ക്ഷമാപണം നടത്തണം എന്ന് എനിക്ക് തോന്നണത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഒരാൾ പറയുമ്പോൾ ഒന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ പുറത്തെടുക്കാൻ സാധിക്കും. 2 പറയുന്നതിന് എന്തെങ്കിലും കിട്ടണം. അപ്പോ ഇതിന് രണ്ടിനും ഇവിടെ സാധ്യതയുണ്ടോ എന്നുള്ള ചെറിയൊരു സംശയമാണ് രണ്ടാമത്തെ ക്ഷമാപണത്തിന് നിദാനമായ വസ്തുത. ഇവിടെ നമ്മൾ സനാതന ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യം വരാം, സനാതന ധർമ്മം സനാതനമല്ലേ, പിന്നെ എന്തിനാണ് നമ്മളൊക്കെ പണിയെടുക്കണം എന്നുള്ളത്? കാരണം ഒരിക്കലും നശിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് നമ്മൾ എന്തിനാണ് ഇത്തരത്തില് പെടാപ്പാട് പെടുന്നത്? ഇപ്പോ കാലമില്ലാത്ത കാലം എന്ന് പണ്ട് നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ കവിത പഠിച്ചിട്ട്, കാലമില്ലാത്ത കാലമാണെന്ന് വിചാരിക്കുക, ആരും മരിക്കില്ല, ഒരു നിശ്ചയം വരികയാണ്, ആരും ഒരു 500 വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചയം വെച്ച് അതുവരെ ആരും മരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ ആശുപത്രികളിലേക്ക് ഭ്രാന്തമായി ഓടും. ഇപ്പൊ ഒന്ന് തുമ്മിയെ പോലും നമ്മൾ ഓടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഏത് രോഗമാവാം, എന്ത് ആവാം. അപ്പൊ നമുക്ക് ഉറപ്പില്ല, കാരണം ആയുസ് നിശ്ചിതമല്ല. അതുകൊണ്ട് ഒരു നെട്ടോട്ട് ഓടുകയാണ് നമ്മൾ. അപ്പോ ഒരു ആയുസ് നിശ്ചിതമാണ്, അല്ലെങ്കിൽ നശിക്കുക മരണമില്ല എന്ന് വന്നാൽ നമ്മൾ ആരും ആശുപത്രികളിലേക്ക് ഈ പറഞ്ഞ പോലെ ഓടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ അങ്ങനെ ഒരു കാലമില്ലാത്ത കാലം എന്ന് പറഞ്ഞ പോലെ സനാതന ധർമ്മത്തിന് നാശമില്ല എന്നാണ്
ഋഷീശ്വരന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. നശിക്കാത്തൊരു സാധനത്തെ നമ്മൾ എന്തിനാണ് കാക്കുന്നത്? പലരും ഇത്തരം ചോദ്യം പലയിടത്തുനിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഈ ധർമ്മത്തെ രക്ഷിക്കാൻ നിങ്ങളുടെ ഒന്നും പ്രവർത്തനം വേണ്ട എന്ന് തന്നെ ചില പണ്ഡിതന്മാർ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നിലനിന്ന് പോകുന്ന ഒരു ധർമ്മമാണ്, അതിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇറങ്ങണ്ട എന്നൊക്കെ ചില പണ്ഡിതന്മാർ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ, അവരെങ്ങനെ വേദിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേദി പറയാനും മടിയുണ്ടാകില്ല അത്തരം ആളുകൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇവിടെയാണ് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളി. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല, എന്നാൽ നമ്മളെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് വാശിയുള്ളവർ അവർക്ക് പലതും ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന കാലം. ഒരു പക്ഷേ അടുത്ത കാലം വരെ ഈ സനാതന ധർമ്മം എന്ന വാക്കെടുത്തുകൊണ്ട് അതിലേക്ക് ഒരു നശിപ്പിക്കാനുള്ള ഒരു പ്രവണത കണ്ടിരുന്നില്ല. ഹിന്ദു സംഘടനകൾക്ക് നേരെ ഉണ്ടായിരുന്നു, അതും അല്ലെങ്കിൽ ഹിന്ദു ചില മൂല്യങ്ങൾക്ക് നേരെ, പ്രതീകങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടമൊക്കെ വിട്ടിട്ട് ഇപ്പൊ നേരിട്ട് എന്തിനെയാണോ അവർ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അവർ നേരിട്ട് എത്തിക്കഴിഞ്ഞു. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കി പോലെ, മലേറിയ പോലെ, കൊറോണ പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറയുന്ന ഭരണാധികാരികൾ കേരളത്തിലുണ്ടായി. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നമ്മൾ കണ്ടു. അതിനെതിരെ യുദ്ധമാണ് എന്ന് പറയുന്നവർ, സനാതന ധർമ്മത്തിനെതിരെ യുദ്ധമാണ് എന്ന് പറയാൻ മടിയില്ലാത്തവർ വരുന്നു. സനാതന ധർമ്മം അശ്ലീലമാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ ഭരണകക്ഷിയുടെ നേതാവാണ് പറഞ്ഞത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അശ്ലീലമാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളും അവരെ നശിപ്പിക്കാൻ പലതും ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മം സനാതനമാണ്, അതിന് സംശയമൊന്നുമില്ല. അത് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ വ്യക്തമാക്കാനല്ല കേട്ടോ, നമുക്ക് സാധാരണക്കാരോട് പറയാനുള്ളൊരു ഉദാഹരണം. ഞാനും അത് എന്റെയൊന്നും അല്ല, ഞാനൊരു പണ്ടൊരു സ്വാമി പ്രഭാഷണം നടത്തുമ്പോൾ അതിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഞാനും. അത് വേറെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്, ഈ തരം കൂട്ടായ്മകൾക്കുള്ളതല്ല. അപ്പൊ നമുക്കൊരു ഉദാഹരണം മനസ്സിലാവുക. നമ്മളൊക്കെ ഈ കെടാവിളക്ക് എന്ന് കേട്ടിട്ടുണ്ട്. കെടാവിളക്ക് കേൾക്കുക എന്നല്ല, പണ്ടൊക്കെ മരിച്ചാൽ തൊല കഴിയുന്നോളം വീടുകളിൽ കെടാവിളക്ക് ഉണ്ടായിരുന്നു. ചില ക്ഷേത്രങ്ങളിൽ കെടാവിളക്കുണ്ട്, ചില വീടുകളിൽ കെടാവിളക്ക് സൂക്ഷിക്കുന്ന സമ്പ്രദായമുണ്ട്. എന്താ കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ? കെടാത്ത വിളക്കാണ്. കെടാത്തൊരു വിളക്കില്ല എന്ന് ഉറപ്പാണ്. കെടാത്തൊരു വിളക്കില്ല. കാറ്റ് കയറിയാൽ കെടാത്ത വിളക്കില്ല, എണ്ണ തീർന്നാൽ കെടാത്ത വിളക്കില്ല, തിരി തീർന്നാൽ കെടാത്ത വിളക്കില്ല, കരി കയറിയാൽ കെടാത്ത വിളക്കില്ല. ഇതൊക്കെ സംഭവിച്ചാൽ വിളക്ക് കെടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ പറയുന്നത് കെടാവിളക്ക് എന്നാണ്. അതിന്റെ അർത്ഥം കെടാത്ത വിളക്കല്ല, കെടാൻ പാടില്ലാത്ത വിളക്കാണ്. കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കെടാത്ത വിളക്ക് എന്നല്ല, കെടാൻ പാടില്ലാത്ത വിളക്ക് എന്നാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർത്ഥം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നശിക്കാത്ത ധർമ്മം എന്നതിനേക്കാൾ ഉപരി നശിക്കാൻ പാടില്ലാത്ത ധർമ്മം എന്നതാണ് നമ്മുടെ ഋഷിമാർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. കാരണം ഇന്ന് ലോകത്തിന്റെ പോക്ക് കണ്ടാൽ നമുക്കറിയാം, ഈ ധർമ്മം ലോകം മുഴുവൻ നിലനിന്നിരുന്നുവെങ്കിൽ എത്ര ശാന്തിയോടെ, എത്ര സമാധാനത്തോടെ, എത്ര ഒരുപക്ഷെ സംതൃപ്തിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. അത് പ്രകൃതിയുടെ കാര്യത്തിലാകട്ടെ, മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലാകട്ടെ, എല്ലാം ഭരണാധികാരികളുടെ കൃത്യതയുടെ കാര്യത്തിലാകട്ടെ, എല്ലാം നമുക്ക് ശരിയായ സനാതന ധർമ്മം ശരിയായ അർത്ഥത്തിൽ പുലർന്നിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു. അപ്പോ ഇതൊരിക്കലും നശിക്കരുത് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ ലോക കല്യാണത്തിന് വേണ്ടിയാണ് അവർ ജീവിച്ചിരുന്നത്, അവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം അതാണ്, ഇതൊരിക്കലും നശിക്കരുത്. അപ്പോ കെടാവിളക്ക്, കെടാൻ പാടില്ലാത്ത വിളക്ക് എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടതെങ്കിൽ ഒരുപക്ഷെ വാക്കർത്ഥം അതല്ല, പക്ഷെ നമ്മൾ ധരിക്കേണ്ടുന്ന അർത്ഥം അതാണ്. ഇതുപോലെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത ധർമ്മം എന്നാണ് വാക്കർത്ഥമെങ്കിലും നമ്മൾ ധരിക്കേണ്ടത് നശിക്കാൻ പാടില്ലാത്ത ധർമ്മം എന്നാണ്. അപ്പൊ കെടാവിളക്ക് കെടാവിളക്കായി നിൽക്കണമെങ്കിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ് നമ്മൾ. ഇപ്പൊ പല വീടുകളിലും മരിച്ചാൽ കെടാവിളക്ക് കത്തിക്കാറില്ല. അതിന് പറഞ്ഞൊരു കാരണം അതൊക്കെ കെട്ടാലോ എന്നാണ്. ഇപ്പൊ പണ്ട് കെട്ടിയിരുന്നില്ല, അന്ന് ഇത്ര എണ്ണ ഇല്ല, അന്ന് ഇത്ര സംവിധാനം ഇല്ല, പലരുടെ വീട്ടിലും ചിലപ്പോൾ ജനലിനൊന്നും അടപ്പും കൂടി ഉണ്ടാവില്ല, എന്നാൽ പോലും അന്ന് കെട്ടിയിരുന്നില്ല. ഇന്ന് കെടും. എന്താ കാര്യം? ഇന്ന് നമ്മളൊരു പക്ഷേ അതിന്റെ മുമ്പിലിരുന്ന് മൊബൈലിൽ മാന്തിയിരിക്കും, ഒരു പക്ഷേ അതിന്റെ കൂടെ ഇരിക്കാനും ആളുണ്ടാവില്ല, വിളക്കിന്റെ അടുത്ത് ഇരിക്കാനും ആളുണ്ടാവില്ല. എപ്പോൾ ലീവ് തീർന്ന് പോകണം എന്ന് പറഞ്ഞിട്ടായിരിക്കാം മൂന്നാം ദിവസത്തെ കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചാണ് ആൾക്കാർ വരും. അപ്പൊ അതിന്റെ മുന്നേ ഇരിക്കാനില്ല, ഇരിക്കുന്നവർക്ക് തന്നെ അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. മുമ്പ് ഇരിക്കുന്നവർ ഇതിലേക്ക് ശ്രദ്ധിച്ചിരുന്നു, ഈ വിളക്കിൽ എണ്ണ കഴിയുന്നുണ്ടോ, തിരി തീരുന്നുണ്ടോ, കാറ്റ് കയറുന്നുണ്ടോ, കരി കയറുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നിരുന്നു. അപ്പോ അത് കെട്ടിയിരുന്നില്ല. അപ്പൊ ഇപ്പൊ കെടാവിളക്ക് കത്തിക്കാൻ പേടിയാ, കാരണം ഇത് കെടും. കെടണമെങ്കിൽ കെടാതിരിക്കണമെങ്കിൽ നിതാന്ത ശ്രദ്ധ ആവശ്യമാണ്. ഇതുപോലെയാണ് സനാതന ധർമ്മവും. ഇത് സനാതനമായി നിലനിൽക്കണമെങ്കിൽ നിതാന്ത ശ്രദ്ധ, ജാഗ്രത ആവശ്യമാണ്. ആ ജാഗ്രത സമാജത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം അതാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എല്ലാവരിലും, കാരണം നമ്മള് ഇത്തിരി പേരിലൂടെ ഇത് സമാജത്തിന് മൊത്തം കിട്ടണം. നമുക്ക് ഇത്തിരി പേര്, കുറച്ചു പേരിപ്പോ ഇതിൽ എത്ര പേരുണ്ട്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഏകനായി ഇവിടുന്ന് സഞ്ചരിച്ച്
അസാധ്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. മൂന്ന് ചില്ലാനും പതിറ്റാണ്ട് മാത്രമേ ആ ജീവിതം ഉണ്ടായിട്ടുള്ളൂ. ആ 3 ചില്ലാനും പതിറ്റാണ്ട് ജീവിതം കൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതത്തെ ഒരു ചരടിൽ ഇണക്കിക്കോർത്ത്, മുത്തുകൾ ഇണക്കിക്കോർത്ത് ഒരു മാല കിട്ടുന്ന ലാഘവത്തോടു കൂടി ഈ ഭാരതത്തെ ഒന്നിപ്പിച്ചു. നമ്മളിപ്പോഴും ദേശീയോദ്ഗ്രഥനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ പ്രസംഗങ്ങളിൽ പറയുന്നല്ലാതെ ഇത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം പാഠപുസ്തകങ്ങളിലൊന്നുമില്ല. നാഷണൽ ഇന്റഗ്രേഷൻ ഒരു വലിയ വിഷയമാണ് പാഠപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിക്കേണ്ടത്, ദേശീയോദ്ഗ്രഥനത്തെ പറ്റിയിട്ട്. എങ്ങനെ എന്നതിന് മാത്രം കൃത്യമായൊരു ഉത്തരം, ഞാൻ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപികയായിരുന്നു, കൃത്യമായൊരു ഉത്തരം പാഠപുസ്തകത്തിൽ ഇല്ല എന്നതൊരു വാസ്തവമാണ്. ശങ്കരാചാര്യർ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഭാരതത്തെ ഒരുമിപ്പിച്ച് ചേർക്കുന്നത്. അത് ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ ഭാരതത്തെ ഇണക്കി ചേർത്ത്, അങ്ങനെയാണ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഒരു ഭാരതം. അത് അതിർത്തികൾ പോലും ആചാരങ്ങളാൽ സുരക്ഷിതമാക്കി നിലനിർത്തുന്ന, ഒരിക്കലും വിട്ടുപോകണമെന്ന് ആഗ്രഹമില്ലാത്ത മനസ്സുകൾ. കാരണം വിട്ടുപോയാൽ കാശ്മീരത്ത് നിന്ന് കുങ്കുമം വരാൻ ഞാൻ കന്യാകുമാരി ദേവിയുടെ അർച്ചന നടത്തുവോ? കേരളത്തിൽ നിന്ന് പൂജാരി പോവാൻ ഞാൻ ബദ്രീനാഥിന്റെ പൂജ നടത്തുവോ? അപ്പൊ എങ്ങനെ വിട്ടുപോണത്? ഇതൊക്കെ ചേർന്ന് കഥ ആചാരങ്ങളിലൂടെ ശങ്കര ഭഗവത്പാദം ഇതൊക്കെ ഒരുമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരാൾ മതി. ശങ്കരാചാര്യർ ഒരാളാണ്. അന്ന് ഇന്നത്തെ കാലമല്ല, മൊബൈൽ ഫോൺ ഇല്ല, മോട്ടോർ സൈക്കിൾ ഇല്ല, പറയണത് എന്തും അല്ലെ പറയണ പോലെ വികലമാക്കിയോ കൊടുക്കാൻ മാധ്യമങ്ങളില്ല. ഇപ്പൊ മൊബൈൽ ഫോണോ മോട്ടോർ സൈക്കിളോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മോട്ടോർ വണ്ടികളോ മാധ്യമങ്ങളോ ഇല്ലാത്ത കാലത്ത് ശങ്കര ഭഗവത്പാദർക്ക് ഈ കാൽനടയായി സഞ്ചരിച്ച്, ഒരുപക്ഷെ സംസ്കൃതമോ തമിഴോ, മലയാളമാണെന്ന് ഞാൻ പറയുന്നില്ല, മലയാളിയാണ് ശങ്കരാചാര്യർ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാള ഭാഷ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ തന്റെ ധാർമ്മിക പ്രവർത്തനം നടത്തിയത് തമിഴകത്തിന്റെ ഭാഗത്താണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാതൃഭാഷ മലയാളമായിരുന്നുവോ, മലയാളി ബ്രാഹ്മണൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മലയാള ഭാഷയുടെ ചരിത്രം നോക്കുമ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന ശങ്കര ഭഗവത്പാദർക്കും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരം 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഷ പോലും നമ്മൾ ഇന്ന് പ്രയോഗിക്കുന്ന മലയാളമല്ല, 1936. കാരണം അത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്ത വിധത്തിൽ അത്രയും തമിഴിന്റെ ഒക്കെ ഒരു സ്വാധീനം അതിനകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മലയാളിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ, കേരളത്തിലായിരുന്നു, കേരളത്തിൽ ജനിച്ചു എന്ന് നമുക്ക് പറയാം, തമിഴകത്തിന്റെ ഭാഗമായി. അപ്പൊ ഇനിയിപ്പോ മലയാളം ഉണ്ടെങ്കിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ സംസ്കൃതം. ഈ സംസ്കൃതത്തിന്റെ ഒരു സ്വാധീനത്തിലായിരിക്കുമല്ലോ ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചതും എല്ലാവരെയും തന്നെ ശ്രദ്ധിപ്പിച്ചതും ഒക്കെ. അപ്പൊ ഈ വല്ലഭന് പുല്ലുമായുധം എന്ന് പറഞ്ഞ പോലെ തനിക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് നമ്മളെ കാണിച്ചു തന്ന വ്യക്തിത്വമാണ് ശരിക്കും പറഞ്ഞാൽ ശങ്കര ഭഗവത്പാദൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈശ്വരാംശം കൊടുത്ത് ഭക്തിയോടുകൂടി നിൽക്കുമ്പോൾ ഈശ്വരനെ സാധിക്കൂ എന്ന ധാരണയിൽ എത്തരുത്. സ്വയം ഈശ്വരനെ, അതാണല്ലോ ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. നമ്മളിൽ എല്ലാവരിലും ആ ഈശ്വരത്വമുണ്ട്, ശക്തിയുണ്ട്. അത് കണ്ടറിഞ്ഞ് പ്രയോഗിക്കുമ്പോഴേ നമ്മൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അവരൊക്കെ അവതാരങ്ങളാണ്, ശങ്കര ഭഗവത്പാദർ അവതാരമാണ്, വിവേകാനന്ദൻ അവതാരമാണ്, അവരൊന്നും ചെയ്തൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറാനാവരുത്. അതേപോലെ നമുക്കും ആ പാതയിലൂടെ സഞ്ചരിക്കാൻ, ഓരോരുത്തരും സഞ്ചരിക്കുമ്പോഴാണ് സനാതന ധർമ്മം സനാതനമായി നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നശിപ്പിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഒരല്പം ജാഗ്രത ഉണ്ടെങ്കിൽ നശിപ്പിക്കുന്നവർ ഒരിക്കലും വിജയിക്കില്ല. ഇത്രയും കാലമായില്ലേ പരിശ്രമിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് എന്തിനാ ഇത് നിലനിൽക്കണമെന്ന്. കാലം മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രം മാറ്റം എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. അതിനാണല്ലോ കേരളത്തിലൊക്കെ മാർക്കറ്റ്. ആ ആചാര്യന് കുറച്ചുകൂടെ മാർക്കറ്റ് കൂടുന്നുണ്ടോ എന്ന് പലരും ഞങ്ങളുടെ ആചാര്യന് അതാണ് മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രം അത് മാറ്റം എന്ന് പറഞ്ഞ കാറൽ മാർക്സിനൊക്കെ വലിയ പ്രാധാന്യമുള്ള നാടാണ് നമ്മൾ. അപ്പൊ ഇത് മാറിയാലെന്താ? ലോകം മാറ്റങ്ങൾക്ക് വിധേയമല്ലേ? ഇത് മാറിയാലെന്താ? അവിടെയാണ് ഇത് മാറരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് എന്ത് വസ്ത്രം ധരിക്കണമെന്നോ, എന്ത് ഭക്ഷണം കഴിക്കണമെന്നോ, എത്ര കല്യാണം കഴിക്കണമെന്നോ, ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്നോ, എങ്ങനെ കുട്ടികൾ ഉണ്ടാകണമെന്നോ, ഇത് നിർബന്ധിച്ച ധർമ്മമല്ല ഇത്. അതാണെങ്കിൽ മാറിക്കോട്ടെ, കാരണം അതൊക്കെ കാലാനുസൃതമാണ്. വിവാഹം, വിവാഹപ്രായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അത് അന്നത്തെ സാമൂഹിക വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥയോട് ചേർന്ന് പോകുന്ന വിധത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. വസ്ത്രം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ്. ധരിക്കുകയോ ധരിക്കാതിരിക്കുക അത് അവനാന്റെ സ്വാതന്ത്ര്യമാണ്. സനാതന ധർമ്മത്തിൽ ഒരിടത്തും പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന്. നിങ്ങൾക്ക് അഘോരിയ നിങ്ങൾക്ക് മറ്റേ നാഗന്മാരെ പോലെ നഗ്നരായി നടക്കണോ, ആയിക്കോട്ടെ, അത് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ആകെ മൂടി നടക്കണോ, അതിനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. തല മുണ്ടനം ചെയ്യണോ, ആകാം. തല ജടകെട്ടി വളർത്തണോ, അതും ആകാം. കാരണം ഇതൊന്നും സനാതന മൂല്യങ്ങളിൽ പെട്ടതല്ല. ഇത് കാലദേശ വ്യക്തി അധിഷ്ഠിതമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അവനവന്റെ വസ്ത്രം ഏത് ധരിക്കണം, ഭാഷ ഏത് സംസാരിക്കണം, അല്ലെങ്കിൽ കല്യാണം എപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനത്തെ കാര്യം. ലോകത്ത് ഈ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പകരം വെക്കാൻ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളർന്നു വന്ന വിശ്വാസങ്ങളൊക്കെ അവരേറെ നിർബന്ധം പിടിച്ചത് എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ബോഡി വെക്കണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എപ്പോ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഒരു മിലിറ്ററി ക്യാമ്പിലെ ചിട്ട ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിന്റെ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് പോലെ, വിദ്യാലയത്തിൽ ഇന്ന സമയത്ത് ബെല്ലടിക്കും,
ഇന്ന സമയത്ത് പ്രാർത്ഥന നടത്തണം, ഇന്ന സമയത്തേ മൂത്രം ഒഴിക്കാവൂ. അതല്ലെങ്കിൽ ടീച്ചർ എങ്ങാനും ദയവ് ഉണ്ടായാൽ കുട്ടി ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ പൊക്കോളൂ എന്ന് പറയും. അല്ലെങ്കിൽ മൂത്രം എപ്പോൾ ഒഴിക്കണം? സ്കൂളിൽ ബെല്ലടിക്കും, ഇന്റർവെല്ലിൽ ബെല്ലടിക്കുമ്പോൾ മൂത്രം ഒഴിക്കണം, അപ്പൊ മാത്രമേ മൂത്രം ഒഴിക്കാവൂ. ഇങ്ങനെയുള്ള ഓരോ കാര്യം. എപ്പോൾ ഭക്ഷണം കഴിക്കണം? 1 മണിക്ക് ബെല്ലടിച്ചാലേ ഭക്ഷണം കഴിക്കാവൂ. അതൊരു സ്കൂളിലെ ചിട്ടയാണ്. ഈ ചിട്ട പോലെയാണ് മറ്റു പല മതങ്ങളും ചിട്ടപ്പെടുത്തിയെടുത്തത്. എന്ത് ചെയ്യണം? അതൊരു ഹെഡ്മാസ്റ്റർ വടിയെടുത്ത് നിൽക്കണ പോലെ ഇങ്ങനെ ഒരു മതപുരോഹിതൻ വടിയെടുത്ത് നിന്ന് കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്വർഗം കാട്ടി ഭ്രമിപ്പിച്ചോ അല്ലെങ്കിൽ പേടിപ്പിച്ചോ ആ ഒരു മിലിറ്ററി ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരും. അതല്ല സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. കാരണം മനുഷ്യൻ ഇതര മൃഗങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. അവന് സ്വതന്ത്ര ചിന്തയുണ്ട്, യുക്തിബോധമുണ്ട്. അവനെ ഈ പറഞ്ഞ ചട്ടക്കൂട്ടിലൊന്നും ഒതുക്കാൻ കഴിയില്ല. വടിയെടുത്ത് ഇടയനെ പോലെ നയിക്കാൻ കഴിയില്ല. മറിച്ച് വേണമെങ്കിൽ മാർഗം കാണിച്ചു കൊടുക്കുക. അതേ പോണോ പോണ്ടിയോ തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ്. എന്നെ തല്ലണ്ട അമ്മാവോ ഞാൻ നന്നാവില്ല എന്ന് പണ്ടൊരു മരുവൻ പറഞ്ഞു എന്ന് കേട്ട് സത്യ. ഒരമ്മാമൻ തല്ലിയിട്ടിട്ട് ഒരു മരുവൻ നന്നാവില്ല, മരുവൻ വിചാരിക്കണം. അതല്ലെങ്കിൽ വൈക്കോല് തല്ലുള്ളണമായി, ഇന്ന് വരെ വൈക്കോല് നന്നായിട്ടില്ലല്ലോ തല്ലുകൊണ്ടിട്ട്. ഇതേമാതിരി വൈക്കോല് തല്ലുള്ളണമായി കൊള്ളുക എന്നുള്ളതല്ലാതെ ഒരു പരിവർത്തനവും ഉണ്ടാവില്ല. എന്നിൽ പരിവർത്തനം വരുത്തണമെങ്കിൽ, ഞാൻ നന്നാകണമെങ്കിൽ മറ്റൊരാൾക്കും എന്നെ നന്നാക്കാൻ കഴിയില്ല, എനിക്കേ പറ്റൂ. ഞാൻ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ ഇങ്ങനെ ആകരുത്. അതാണ് മനുഷ്യന്റെ ഒരു വ്യക്തി ചിന്തയ്ക്കും യുക്തി ബോധത്തിന്റെ ഒക്കെ അപ്പുറത്ത്. ആ മനുഷ്യനെ മറ്റൊരാൾക്ക് നയിക്കാൻ സാധ്യമല്ല. അപ്പൊ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവന്റെ യുക്തി ചിന്തയെ, ഇതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ ഏത് വിശ്വാസത്തിലേക്കും ആചാരത്തിലേക്കും അവനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇത് അത്തരം കാര്യങ്ങൾ വളരെ മനഃശാസ്ത്രപരമായി സമീപിച്ചു എന്നുള്ളതാണ് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത. കാരണം നമുക്ക് ഒരേ തരം ആരാധനാ രീതിയില്ല. ചില വിശ്വാസങ്ങൾ പൊതുവായിട്ടുണ്ടാകും, ഒരേ തരം ആരാധനാ രീതിയില്ല. ഇപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നത് നോക്കിക്കൊണ്ട് കാശ്മീരിൽ പോയി നമുക്ക് അങ്ങനെ പൂജിക്കണം എന്ന് പറയാൻ പറ്റും. അവിടെ ഇങ്ങനെ ആകാവും പറയാൻ പറ്റും. ഇവിടെ അർദ്ധനഗ്നരായി പൂജാരിമാര് കയറും അല്ലെ? അവിടെ ചെന്നാൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ അർദ്ധനഗ്നരായി പൂജാരി അകത്ത് കയറിയിരുന്ന ലേശം കഴിഞ്ഞാൽ അവിടുന്ന് ചിലപ്പോൾ ചട്ടുകെട്ട് ഇളക്കി കൊണ്ടുവരും. കാരണം ഐസായിട്ട് അതിന്റെ കൂടെ ഉറത്തിയിരുന്നുണ്ടാവും. അവിടെ ചിലപ്പോൾ കമ്പിളി വസ്ത്രം, കാരണം അവിടുത്തെ കാലാവസ്ഥ വേറെയാണ്. അപ്പൊ ഇതൊക്കെ അതാത് സ്ഥലത്ത് ആളൊക്കെ എങ്ങനെ വേണം. ഇപ്പൊ എനിക്ക് എന്റെ ആരാധന എങ്ങനെ വേണം നിശ്ചയിക്കുക? ഞാനാ നിശ്ചയിക്കുക. ഞാൻ തലകുത്തി നിന്ന് ആരാധിക്കുമായിരിക്കും ചിലപ്പോൾ. അത് വേറൊരാളെന്തിനാ കുറ്റപ്പെടുത്തണം? എന്റെ സ്വന്തം തലയാണ്. എനിക്ക് വേദനിക്കുമ്പോൾ ഞാൻ ഏറ്റു പോകും. അതുകൊണ്ട് ഞാൻ തലകുത്തി നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ടീച്ചർ ശീർഷാസനത്തിലാണ്, നല്ലോണം പറഞ്ഞ് അതും അംഗീകരിച്ചു. അല്ല, ടീച്ചർ എന്തിനാ തലകുത്തി നിൽക്കണമെന്ന് ചോദിക്കേണ്ട. കാരണം എന്റെ സ്വന്തം തലയാണ്, കുത്തി നിൽക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം എനിക്കാണ്. അപ്പൊ ഒന്നും കൂടെ ഭംഗിയാക്കി ടീച്ചർ ശീർഷാസനത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി സ്വാതന്ത്ര്യം അംഗീകരിച്ചു എന്നുള്ളത് സനാതന ധർമ്മം മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാറ്റിനെയും ഒരുമിപ്പിച്ച ഒരു ഗംഗാ പ്രവാഹം പോലെ ഇതിനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ ഈ സനാതന ധർമ്മത്തിന്റെ ആരാധനാ പദ്ധതികൾ നോക്കൂ, അതിനകത്ത് എല്ലാം ഉണ്ട്. ശൈവമുണ്ട്, വൈഷ്ണവമുണ്ട്, ശാക്തേയമുണ്ട്, സൗരമുണ്ട്, കൗമാരുണ്ട്, എല്ലാം ഇതിനകത്ത്. ഇവിടെ എന്തൊക്കെ ആരാധനാ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലം എടുത്തിരുന്നെങ്കിൽ. പക്ഷെ വന്നവരുടെ സ്വഭാവത്തിന്റെ എന്താ കേട്ടോ, വന്നവരുടെ സ്വഭാവം അല്ല വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവഗതി ആയിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഞങ്ങളത് മാത്രം ശരിയെന്ന് ദുർവാശി ഇല്ലായിരുന്നുവെങ്കിൽ, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കൊണ്ട് പതുക്കെ അതും ഒക്കെ നമ്മുടെ ഇതിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിസ്കരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മുട്ടുകുത്തി നിൽക്കുന്ന പോലെയൊക്കെ ഉള്ള ആ സംവിധാനം ചിലപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിരുന്നു. കാരണം നമ്മുടെ രീതി അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ അലിയിച്ച് ചേർക്കാൻ, നമ്മൾ എല്ലാം അലിയിക്കാൻ പറ്റില്ലല്ലോ, ചിലത് അലിഞ്ഞു ചേരില്ല എന്നുള്ള വാശിയുള്ളതുകൊണ്ട് വേറിട്ട് മാറി നിന്നു എന്നുള്ളതല്ലാതെ എവിടെ നിന്ന് വന്ന എന്തിനേയും, ലോകത്ത് എവിടെ നിന്ന് വന്നതായിക്കോട്ടെ, അതിലെ നന്മകളെ എല്ലാം സ്വാംശീകരിക്കാനുള്ള കഴിവ് സനാതന ധർമ്മത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കണം എന്ന് പറയുന്നത്. എന്റേത് മാത്രം ശരി എന്ന് പറയുന്ന ദുർവാശി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നിലനിൽക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ, ബഹുമാനിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് സനാതന ധർമ്മം നിലനിൽക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ പറയുന്നു മതസഹിഷ്ണുത വേണം. എല്ലാവരും ഏറ്റേറ്റ് പറയുന്ന ഒരു കാര്യമാണ് മതസഹിഷ്ണുത വേണം. നമ്മളെ സംബന്ധിച്ച് മതസഹിഷ്ണുത മോശമുള്ള ഒരു കാര്യം എന്നാ പറയുക. എന്താ മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ? സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? സഹിച്ചു പോവുക എന്നാണ്. എന്താ ഈ സഹിച്ചു പോലെ? ചില ഭാര്യയും ഭർത്താവും കൂടെ തല്ലുകൂടുമ്പോ കേട്ടിട്ടില്ലേ അല്ലെ? എത്ര ആലോചന എനിക്ക് വന്നതാ, എന്റെ ഗതികേട് നിങ്ങൾ എന്റെ തലയിൽ വെച്ചില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ അച്ഛനായി പോയില്ലേ, സഹിച്ചു പോവുക തന്നെ. ചിലപ്പോ തിരിച്ച് ഭാര്യയെ പറ്റിയിട്ട് അതിനെ പറയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയൊന്നും ഇല്ലല്ലോ, പലതും കെട്ടാനുള്ള നിയമം നമുക്കില്ലല്ലോ, ഹിന്ദു കോഡ് ബില്ല് പാസ്സായി പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ വേറെ കെട്ടിക്കൊടുന്നല്ലോ, സഹിച്ചു പോവുക തന്നെ. അതാണ് സഹിഷ്ണുത. കാരണം നിങ്ങൾക്ക് എല്ലാ തകരാറും ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം? സഹിച്ചു പോവുക. അതാണ് സഹിഷ്ണുത. നമ്മൾ പറഞ്ഞ സമത്വം, ഈ ഞാനും തുല്യാണ്,
സഹിച്ചു പോവല്ല. നിങ്ങളെ എല്ലാ ഗതികേടും ഉണ്ട് അല്ലെ, തീവ്രവാദം ഉണ്ട്, മതമാറ്റം ഉണ്ട്, അല്ലാണ്ട് എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, സഹിച്ചു പോവന്നെ. ഒരു മോനൊക്കെ അങ്ങ് കടന്നു പോയിക്കോ. ആ സഹിഷ്ണുതയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ വാക്കാണ് എല്ലാവരും ഉപയോഗിക്കണതെങ്കിലും സനാതന ധർമ്മം സഹിഷ്ണുതയെ പറ്റി പറഞ്ഞിട്ടില്ല. നിങ്ങൾ സഹിഷ്ണു ആകണം, സഹിച്ചു പോകണം എന്നല്ല പറഞ്ഞത്. സഹിക്കാൻ പറ്റാത്തതിനൊക്കെ തുറന്നു പറയാം. സഹിച്ചു പോവുകയല്ല, സമത്വമാണ്. എന്നിലും നിന്നിലും ഉള്ളത് തുല്യമാണ്. പക്ഷേ അത് ആ രൂപത്തിലാ. എന്ന് ഇപ്പൊ രാവണനിലും ഉള്ള ഈശ്വര വിശ്വാസവും ശ്രീരാമനിലെ ഈശ്വര വിശ്വാസവും രണ്ടായിട്ടുള്ള. രാവണൻ തെമ്മാടിത്തരം കാട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ അതൊന്നൊരു ബാധകമല്ല അവിടെ. അപ്പൊ തെമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴും അവരുടെ ആരാധനാ രീതികളാകട്ടെ, വിശ്വാസങ്ങളാകട്ടെ, അത് എന്റേതും നിന്റേതും വേറെയല്ല. എങ്ങനെയാണോ ആകാശത്ത് നിന്ന് പതിക്കുന്ന വെള്ളം പല പല അരുവികളിലൂടെ, തോടുകളിലൂടെ, നദികളിലൂടെ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്, ഇതുപോലെ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയാൻ സനാതന ധർമ്മത്തിനേ പറ്റൂ. അല്ലാത്തവർക്കൊക്കെ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവങ്ങളും ഉണ്ട്. എന്റെ ദൈവം വേറെ, നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾ. എന്തുകൊണ്ടാ? നമുക്ക് എല്ലാ ദൈവവും ഉണ്ട്. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കരുത്, മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വേറെ ദൈവങ്ങൾ ഉണ്ട് എന്നല്ലേ. ഏകദൈവ വിശ്വാസികളാണ് ശരിക്കും പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ. കാരണം അവരാണ് എപ്പോഴും പറഞ്ഞു കേൾക്കാറ്, നിങ്ങൾ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കരുത്, അള്ളാഹ് ഒഴിച്ച് വേറെ ആരും ആരാധ്യനില്ല, അല്ലെങ്കിൽ യേശു ഒഴിച്ച് മറ്റു ദൈവങ്ങൾ. എന്താ അതിന്റെ അർത്ഥം? മറ്റു ദൈവങ്ങളുണ്ട്, നിങ്ങൾ അതിൽ പോയി വിശ്വസിക്കരുത്. അതാണല്ലോ പറയുന്നത്. ഇല്ലാത്തൊരു സാധനത്തിലേക്ക് എങ്ങനെ വിശ്വസിക്കുക? ഇത് മാത്രമേ ഉള്ളൂങ്കിൽ ഒരിക്കലും പറയണ്ട നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം വേറൊന്നും ഇല്ല വിശ്വസിക്കുക. പിന്നെ എങ്ങനെയാ ചെയ്യുക? ഭൂമിയിലല്ലാതെ നിങ്ങൾ വേറെ എവിടെയും പോയി താമസിക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ. കാരണം ഇപ്പോഴത്തെ കണക്ക് നമുക്ക് വേറെ എവിടെയും ഇല്ല. അപ്പൊ ഇവര് വേറൊരു ദൈവത്തിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ അവര് ബഹുദൈവ വിശ്വാസികളാണ്. കാരണം മറ്റേതൊക്കെ ദൈവമുണ്ട്, പക്ഷേ ഞങ്ങളുടെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. സനാതന ധർമ്മപ്രകാരം നിങ്ങൾ ആരെ എങ്ങനെ വിളിച്ചാലും വേണ്ടിയില്ല, എല്ലാം ചെന്നെത്തുക ഒരുത്തിയിലാണ്. കാരണം ദൈവം ഒന്നേ ഉള്ളൂ. നിങ്ങൾ വിഷ്ണുവിന് മുന്നിൽ പൂർണ്ണ പ്രദക്ഷിണം വെച്ചാലും, ശിവന് മുന്നിൽ അർദ്ധപ്രദക്ഷിണം വെച്ചാലും, ഗണപതിക്ക് മുന്നിൽ ഏത്തമിട്ടാലും എല്ലാം എത്തിച്ചെല്ലുന്നത് ഒരിടത്താണ് എന്നുള്ള ഏകദൈവ വിശ്വാസം. അതിന്റെ പല ഭാവങ്ങളെ പല രൂപത്തിൽ, അത് വ്യക്തി അധിഷ്ഠിതമാണ്. ഒരാൾക്ക് എങ്ങനെയാണോ തൃപ്തി, നിങ്ങൾക്ക് തുമ്പിയും കൊമ്പും ഉള്ള രൂപമാണ്, ആയിക്കോട്ടെ, നിങ്ങൾ ഗണപതിയെ കണ്ടോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് പാലിക്കാണ്. അത് പ്രാദേശികമാകാം, അവിടുത്തെ പ്രത്യേകതകൾക്കനുസരിച്ചൊക്കെ ഉള്ള ആരാധനാ പദ്ധതികൾ. അപ്പൊ തികച്ചും മനഃശാസ്ത്രപരമായി, ശാസ്ത്രീയമായി സംവിധാനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ രൂപപ്പെട്ടുള്ള, സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞുകൂടാ, രൂപപ്പെട്ടിട്ടുള്ളതാണ് സനാതന ധർമ്മം എന്നുള്ളത് കൊണ്ടാണ് ഇത് നിലനിൽക്കണം. കാരണം ഇതാണ് മനുഷ്യത്വം. മനുഷ്യന്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിന് അല്ലെ, ആ ദൈവത്തിൽ ദൈവലോകത്തെ ഇലക്ഷൻ ഒന്നും നടക്കണില്ലല്ലോ. ഇവിടെ ദൈവത്തിന് റഫറൻഡം നടത്തിയിട്ട് അംഗീകാരം കിട്ടാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ആളെ കൂട്ടാൻ പറഞ്ഞിട്ടില്ല നമ്മളോട്. നിങ്ങൾ ലോകം മുഴുവൻ പോയി ആളെ കൂട്ടി വായോ. കാരണം ദേവലോകത്ത് ഒരു റഫറൻഡോ നടക്കണില്ല. അവിടെ അംഗീകാരം കിട്ടി, യൂണിയനുകൾക്കൊക്കെ അംഗീകാരം കിട്ടുന്ന പോലെ അംഗീകാരം കിട്ടണമെങ്കിൽ മിനിമം എത്ര ശതമാനം വോട്ട് വേണം, ഇങ്ങനത്തെ ഒരു നിബന്ധനയും ദേവലോകത്തുണ്ട്. നമ്മൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ആളെ കൂട്ടാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിലും ഉപരിയായിട്ട് ദൈവത്തിന് എന്താണോ നല്ലത് അത് ചെയ്യാനല്ല പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിന്, നമ്മുടെ നിലനിൽപ്പിന് എന്താണോ നല്ലത് അതാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറ. പ്രകൃതിയെ നമ്മൾ ആരാധിക്കണം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാ? അല്ലല്ലോ. ഇന്ന് നമുക്ക് ശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. പക്ഷേ ഒരു ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കഷ്ടിച്ച് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ നമ്മൾ എത്ര ആക്ഷേപം കേട്ടിട്ടുണ്ട്. പാമ്പിനെ പൂജിക്കുന്നവർ, കുരങ്ങനെ പാമ്പാട്ടികളുടെ നാട്. വിവേകാനന്ദ സ്വാമികൾ വരെ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. നമ്മളെ അധിക്ഷേപിച്ചതാണ്. ഇത് പാമ്പാട്ടികളുടെ നാടാണ്, കുരങ്ങന്മാരെ പൂജിക്കുന്നവരുടെ നാടാണ്. നമ്മുടെ സർപ്പക്കാവുകളെയെന്ന് ഈ പറയുന്നത്. നമ്മൾ പാമ്പിനെ പൂജിക്കുന്നു, ഹനുമാനെ പൂജിക്കുന്നു, കുരങ്ങന്റെ രൂപത്തിൽ നമ്മൾ ഹനുമാനെ പൂജിക്കുന്നു, മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ പോയ നായയെ കാണുന്നു. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ വിഡ്ഢിത്തം, നമ്മൾ ഇതൊക്കെ എങ്ങനെയാ ദൈവമാകുക എന്നാണ് ഇന്ന് മനസ്സിലായി. ഇവിടുത്തെ ഒരു പുൽക്കൊടി പോലും മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത്. ഇന്ന് മൃഗങ്ങളെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുന്നു, പ്രകൃതിയെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുന്നു, കാട് സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുന്നു. സനാതന ധർമ്മം ഇതൊന്നും സംരക്ഷിച്ച നിയമം കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്, ആചരണം കൊണ്ടാണ് ഇതൊക്കെ സംരക്ഷിച്ചു പോകുന്നത്. അവൻ നദിയെ അമ്മയായി കണ്ട്, നദിയെ നമസ്കരിച്ച്, അല്ലെങ്കിൽ നദിയെ പൂജ ചെയ്ത്, സൂര്യന് അർഘ്യം കൊടുത്ത്, സൂര്യന് വിളക്ക് കാണിച്ച്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ശാസ്ത്രം അറിയാവുന്ന ഋഷിമാര് തന്നെയാണ് ഈ ആചരണങ്ങൾക്ക് നമുക്ക് ഒരുപക്ഷെ പ്രേരണ നൽകിയിട്ടുണ്ടാകും. കാരണം വിശ്വാസം, നമ്മുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസം, ധർമ്മത്തിന്റെ ഭാഗമായ ആചരണം, അത് നിലനിന്നു പോകും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. പ്രകൃതിയെ പൂജിക്കാൻ പറഞ്ഞവർ അത് ചെയ്തു. ഒരു മരം വെട്ടാൻ പോലും അതിനോട് അനുവാദം ചോദിച്ചിട്ട് അതിലെ പക്ഷികളോട് മാറിപ്പോകാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ ശീലിച്ചവരാണ്. അതുപോലെ തന്നെ 10 പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം, 10 വൃക്ഷത്തിന് സമമാണ് ഒരു കിണർ, 10 കിണറിന് സമമാണ് ഒരു കുളം. അതുകൊണ്ട് നിങ്ങളുടെ പാപം പോവാൻ, നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ കിണർ കുഴിക്കൂ, കുളം കുഴിക്കൂ, മരം വെക്കൂ എന്ന് പറഞ്ഞു. നമ്മളത് ചെയ്തു.
പണ്ട് ഓരോ സ്ഥലത്ത് പാലക്കാട്, കേരളത്തിലെ ഏറ്റവും വരൾച്ചയുള്ള ഒരു സ്ഥലമാണ് പാലക്കാടിന്റെ കിഴക്കൻ ഭാഗങ്ങൾ. ആ പാലക്കാടിന്റെ കിഴക്കൻ ഭാഗങ്ങളുടെ സഞ്ചരിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. എത്ര കുളമാണ് ഇവിടെ. അത് ഒരേക്കറെ കുറഞ്ഞൊരു കുളമില്ല, ഒരേക്കറിൽ വലിപ്പം കുറഞ്ഞൊരു കുളമില്ല. അത്രയും വലിയ വലിയ കുളങ്ങൾ എത്ര, കാരണം അത് വരൾച്ചയുള്ള സ്ഥലമാണ്, അവിടെ ഇത് ആവശ്യമാണ്. അപ്പൊ ഇത് പലരും പുണ്യം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, പുണ്യം നേടാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോ എന്നാൽ ഇന്ന് ചിന്തിക്കാം, എൽ പി എന്ന് പറഞ്ഞുകൂടാ, പ്രീ പ്രൈമറി ക്ലാസ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ പാഠ്യപദ്ധതിയിലും പ്രകൃതിയെ പറ്റി പറയുമ്പോൾ പ്രകൃതിയെ മനസ്സിലാക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും പാഠമില്ലാത്ത ഒരു ക്ലാസ്സും. മഴവെള്ള സംഭരണത്തെ പറ്റി പഠിപ്പിക്കുന്നു, മഴക്കുഴി കുഴിക്കണം, മറ്റത് വെക്കണം, മഴവെള്ള മരം വെക്കണം. എന്നിട്ടെന്താ സംഭവിക്കുക? ജൂൺ 5 ദിവസം അല്ലെ, എല്ലാരും ഗംഭീര തിരക്കാണ് മരം വെക്കുന്നത്. ഈ കൊല്ലം വെച്ച കുഴി തന്നെ അടുത്ത കൊല്ലം കൊണ്ടുവയ്ക്കുക. കാരണം ഇത് ഫോട്ടോയിലേ കൊണ്ടുള്ളൂ. നമുക്കൊരു ഫോട്ടോ എടുക്കണം, ഫേസ്ബുക്കിൽ ഇടണം, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കണം. ജൂൺ 5 മാത്രം, പരിസ്ഥിതി ദിനത്തിന് മാത്രം ഗംഭീര മരം വെപ്പ. ഈ മരമൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നേ കേരളം കാടായി പോവുക. അത്രയും മരം. കാരണം സ്കൂളിലൊക്കെ എല്ലാ കുട്ടികൾക്കും തൈ കൊടുക്കലാണ്. സാമൂഹ്യ വനവൽക്കരണം, സംഘടനകൾ വെക്കുന്നു, വ്യക്തികൾ വെക്കുന്നു. വെച്ച മരമൊക്കെ പിടിച്ചിരുന്നെങ്കിൽ ഒരു സംശയമില്ല, കേരളം കാടായി പോകേണ്ട കാലം കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം വെറും ഷോയിങ് ഓഫ് മാത്രം, ഫോട്ടോയ്ക്ക് വേണ്ടി. ഇതൊക്കെ ഈ പ്രകൃതിയെ പറ്റി പഠിക്കണമെന്നാണ് ഈ മരം വെക്കുന്നത് കേട്ടോ. പക്ഷെ എല്ലാം വെറും ഷോയിങ് ഓഫ് മാത്രം. അതുപോലെ തന്നെ അവരെല്ലാം പഠിക്കുന്നത് ഉത്തര പേപ്പറിൽ എഴുതാനും ചില കാട്ടിക്കൂട്ടലുകൾക്ക് മാത്രം. ഇപ്പൊ മഴക്കുഴി കുഴിക്കണം എന്നു എല്ലാവരും കുഴിക്കും, ആ കുഴിയിൽ വെള്ളം നിൽക്കുമോ ദൈവത്തിന്. അതൊക്കെ ഫോട്ടോ കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് മറിച്ച് കുളവും കിണറും എന്താ ചെയ്യുന്നത്? തൂർക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭയാണ് പറഞ്ഞത് കിണർ തൂർക്കാനും. കാരണം അവിടുത്തെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കിണറൊക്കെ തൂർക്കാൻ വന്നു. ഇപ്പൊ ഒരു ദിവസം പൈപ്പ് പൊട്ടിയ വെള്ളം ഇല്ലാതെ നിൽക്കുകയാണ് അവര്. കിണറുകളൊക്കെ തൂർക്കേണ്ട വികസനത്തിന്റെ ഭാഗമായിട്ട് തൂർക്കാൻ വന്നു. വ്യക്തികള് മണ്ണിൽ കിണറും കുളമൊക്കെ ആയാൽ ഭൂമിയുടെ വില കുറയും എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തൂർത്ത് വിൽക്കാൻ പഠിച്ചു. പക്ഷേ പാഠങ്ങളിൽ പഠിക്കണതോ മഴക്കുഴി ഒഴിക്കൂ, മഴവെള്ളം സംഭരിക്കൂ. പക്ഷേ സനാതന ധർമ്മം പറഞ്ഞു 10 പുത്രന് സമമാണ് മരം, 10 മരത്തിന് സമമാണ് കുളം, കുളം. നമ്മൾ അന്ന് അത് വെച്ചു. അവർക്ക് ശാസ്ത്രബോധം അറിഞ്ഞിട്ടല്ല, ഇത് എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്നല്ല. പക്ഷെ അത് പ്രകൃതിക്ക് നമ്മൾ എങ്ങനെയാലും ഇത് ഗുണമായി മാറിയാൽ മതി. നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ചെയ്തത്. കുളമൊക്കെ സംരക്ഷിക്കാൻ. എന്നോടൊക്കെ എന്റെ മുത്തശ്ശി കുളത്തിലൊക്കെ ഒരു കല്ലെടുത്തിട്ടാൻ സമ്മതിക്കില്ല. കുളത്തിന്റെ കരയിൽ ഇരുന്നിട്ട് പണ്ട് ഇങ്ങനെ കളിക്കാൻ രസമല്ല, ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഓളം വെട്ടുന്നത് ഇങ്ങനെ കാണാം. നമ്മളെ കുട്ടികളെയൊക്കെ ആദ്യം കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ടാവും, ഇവർക്ക് തിരുമ്പാനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പുറത്തിരുന്ന ഒരു കല്ലെടുക്കുമ്പോ ഗംഭീര ചീത്ത മാത്രമല്ല അവർ പേടിപ്പിക്കലുണ്ട്. ഈ കല്ലിട്ടാൽ മൂക്കോണ്ട് ഇടിപ്പിക്കും. ആരാ ഇടിപ്പിക്കുക? എവിടുന്ന് ഇടിപ്പിക്കുക? അതൊന്നും അറിയാത്ത പ്രായത്തിൽ ഏതായാലും മൂക്കോണ്ട് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് കല്ലിടില്ല. കുളത്തിലേക്ക് ഒരു കല്ലിടുന്നത് പോലും മഹാപാപമാണെന്ന് വിശ്വസിച്ചു നമ്മള്, അല്ലെ? ഇന്നെന്താ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ശാസ്ത്രം നമ്മളിൽ വന്നപ്പോ ഇപ്പൊ നാട്ടിലെ മുഴുവൻ ഭാഗവത സപ്താഹങ്ങൾ, എത്ര സപ്താഹം നടക്കണമെന്ന് നിശ്ചയില്ല, എല്ലായിടത്തും ഭാഗവതം നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം, ഗോവർദ്ധനോദ്ധാരകനായ കൃഷ്ണനെ കാണിക്കാൻ ചിലര് ഗോവർദ്ധനം മലയൊക്കെ അങ്ങനെ ഭാഗവത വേദിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഗംഭീരായിട്ടൊക്കെ പറയും, ഓ ഗോവർദ്ധനോദ്ധാരകനായ കൃഷ്ണനെ തൊഴുത് മോക്ഷം നേടി. ശരിയാ, പിറ്റേ ദിവസം രാവിലെ നീറ്റാൽ ഗോവർദ്ധനോദ്ധാരകനെയാണ് നമ്മളൊക്കെ കാണുന്നത്. ദിവസവും കാണാനുള്ള വഴിയുണ്ട്. ആരാന്നറിയാമോ? നല്ല മഞ്ഞ വേഷത്തിലാ, മഞ്ഞ പട്ടല്ലാന്നേ ഉള്ളൂ. JCB കുന്ന് അങ്ങനെ എടുത്ത് അതിന്റെ കയ്യിൽ ഇങ്ങനെ പൊക്കി കൊടയായി പിടിച്ചിങ്ങനെ കൊണ്ടുപോണ്ടാവും. ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തിയത് യാദവ കുലത്തെ രക്ഷിക്കാനാണെങ്കിൽ ഈ JCB കൊണ്ടുപോണത് ഏതെങ്കിലും കാളിത്തീലിട്ട് മൂടാനാണ്. അവനാൻ തന്നെ അത് ചെയ്യുണ്ടാവും, നമ്മുടെ കണ്ണിന് മുമ്പിൽ കൂടി തന്നെ അത് കൊണ്ടുപോണ്ടാവും. ആർക്കും ഒരു പാപബോധമില്ല. കാരണം നമ്മൾ വെറും അറിവുള്ളവരാണ്. അറിവും വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. വിശ്വാസത്തിന്റെ ഭാഗമായി അന്യന്റെ കഴുത്തറക്കാൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങളുടേതല്ലാത്തവരുടെ കഴുത്തറുത്താൽ സ്വർഗം കിട്ടും. അന്യന്റെ ജീവിതം നശിപ്പിച്ചാൽ സ്വർഗം കിട്ടും. ജീവിക്കുന്ന നാടിനെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചാൽ സ്വർഗം കിട്ടും. ഇതൊന്നും നമ്മുടെ ഋഷിമാര് പറഞ്ഞില്ല. പകരം പറഞ്ഞത് ഈ പ്രകൃതിയെ സ്നേഹിക്കൂ, രാഷ്ട്രത്തെ സ്നേഹിക്കൂ, അന്യോന്യം സ്നേഹിക്കൂ. ഇങ്ങനെ പറഞ്ഞത് ഇത് നിലനിൽക്കാൻ, ഈ മനുഷ്യരാശി അതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നിലനിന്ന് പോകണമെന്ന കാഴ്ചപ്പാടിലാണ് ആചാരവും വിശ്വാസവും അനുഷ്ഠാനവും ഒക്കെ സനാതന ധർമ്മത്തിന്റെ. അത് പ്രചരിപ്പിക്കപ്പെടണം. അതിന് തകർച്ച സംഭവിച്ചതാണ് ഇന്ന് ഇതൊക്കെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടി വന്നത്. ഒരു കാലത്ത് ചില ഇസങ്ങളുടെ പേര് അല്ലെങ്കിൽ ചില മതങ്ങളുടെ പ്രചരണ പ്രകാരം ഇതെല്ലാം മോശമാണ് എന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഓരോ വീട്ടിലും സർപ്പക്കാവ് ഉണ്ടായിരുന്നു. അത് ഭൂവിസ്തൃതിക്ക് അനുസരിച്ച് സർപ്പക്കാവുകളുടെ എണ്ണം കൂടുമായിരുന്നു. വലിയ പറമ്പാണെങ്കിൽ അതിന് 2 or 3 സർപ്പക്കാവുകൾ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു. അതിലൊരു ഇരുമ്പ് കൊണ്ട് പോകാൻ മടിയായിരുന്നു. കാരണം വെട്ടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് എത്രമാത്രം അവിടുത്തെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നു, ജലപരിവൃത്തി നിലനിർത്തിയിരുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടല്ല പാമ്പുമാരെ പിടിച്ചിട്ടാ ചെയ്തിരുന്നു. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. പാമ്പുമാരെ പിടിച്ചത്. പക്ഷെ അത് വേണ്ട, പാമ്പിന് ചെവിയില്ല,
പാമ്പിന്റെ മുന്നിൽ പാട്ട് പാടുന്നവൻ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസ്ത്രബോധം വന്നപ്പോൾ പഠിച്ചു വന്ന വീട്ടമ്മമാർ പറഞ്ഞു, അപ്പൊ ആ സർപ്പക്കാവിലെ കാഞ്ഞിനെ വെട്ടി വെച്ചിട്ട് കയ്യിലേക്ക് ഒരു വളം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. അവസാനം സർപ്പക്കാവൊക്കെ വെട്ടി നശിപ്പിച്ചു അല്ലെ. പിന്നെ കുറച്ച് ഇപ്പൊ ലേശം വിശ്വാസമാണോ ഭയമാണോ എന്നറിയില്ല വന്നപ്പോ, അഥവാ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടുത്തെ നാഗങ്ങളെയൊക്കെ ആവാഹിച്ച് ഏതെങ്കിലും മനക്കിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. എന്താ പറയണ്ടേ, വയസ്സായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയക്കുന്ന മാതിരി വീട്ടിലുള്ള നാഗങ്ങളെയൊക്കെ ആവാഹിച്ച് കൊണ്ടുപോയിട്ട് അവിടെ മനക്കിക്കാൻ അവിടെ കൊണ്ടുവച്ചോളാം, അവിടെ ഏതായാലും ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചോളാൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ പാതിരിക്കുന്നത്ത് മേന അല്ലെങ്കിൽ ബാബമേക്കാട്ട് മേന അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അല്ല നമുക്ക് നമ്മുടെ പറമ്പിന് കിട്ടിയാൽ വിൽക്കാം. ഇന്ന് അറിവും വിശ്വാസവും തമ്മിൽ വെക്കുമ്പോൾ വിശ്വാസം ഭയത്തിന് വഴിമാറി. ഇപ്പോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാം, ഭയം ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ അത് വിശ്വാസം ആചരണത്തിലേക്ക് വഴിമാറുന്നില്ലേ. അപ്പൊ നമുക്ക് അവിടെയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും പുസ്തകങ്ങളിൽ കടന്നാൽ പോരാ. സനാതന ധർമ്മത്തിന്റെ വിശ്വാസങ്ങൾ പുസ്തകങ്ങളിൽ കടന്നാൽ പോരാ, അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് എത്തണം. അങ്ങനെ ഒരു എത്തൽ ഇന്ന് സംഭവിക്കുന്നു. നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ശങ്കര ഭഗവത്പാദർ എത്ര കുട്ടിയിലാണ് സന്യസിക്കാനുള്ള മോഹവുമായി സനാതന ധർമ്മത്തിന്റെ ശരിക്കും പറഞ്ഞ സംരക്ഷകൻ തന്നെയായി ആദ്യം ആ ഒരു സഞ്ചാരം, അതായത് ദിഗ്വിജയം എന്ന് തന്നെ പറയട്ടെ, എത്ര ചെറുപ്പം മുതലായിരിക്കും. ഇന്ന് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു മോഹം വന്നാൽ എന്തായിരിക്കും നമ്മുടെ കഥ? ഇപ്പൊ നമുക്കറിയാം, ഒരു സന്യാസിയെ കണ്ടാൽ അത്യാവശ്യം നമസ്കരിക്കുന്നവർ കുറച്ചു പേരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. കുറച്ചു പേരൊക്കെ ഒന്ന് സന്യാസിയെ കണ്ടാൽ ഒരു ശീലമായിട്ട് കുറച്ചു പേരിലെങ്കിലും ഒക്കെ ഉണ്ടാകും, നമസ്കരിക്കുന്നുണ്ടാകും, ഭാഷയൊക്കെ ഒരു പ്രത്യേക ഭാവത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു എന്നൊക്കെ വരും. പക്ഷേ നമ്മുടെ വീട്ടിലൊരു കുട്ടി സന്യസിക്കണം എന്നൊന്ന് പറഞ്ഞാലും, നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമുക്ക് ശങ്കരാചാര്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സംഗതിയൊക്കെ സത്യം, സന്യസിക്കണം എന്ന് പറഞ്ഞാലും നമ്മള് മറ്റേ സൈക്കോളജിസ്റ്റിനെ വിളിച്ച് കൗൺസിലിങ്ങിനും കൊണ്ട് ആളൊക്കെ എന്തോ കുഴപ്പമുണ്ട് പറയും. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കാരണം അതുകൊണ്ട് സന്യസിക്കണം എന്നാണ് പറയണത്, എങ്ങനെയെങ്കിലും ഈ മോഹം ഒന്ന് മാറ്റി തരണം എന്നാണ് പറയുന്നത്. എങ്ങനെയും, കാരണം അതിലേക്ക് നമ്മൾ പേടിക്കുന്നു. ശങ്കരാചാര്യർ കൊള്ളാം, മറ്റേ ശ്രീബുദ്ധൻ കൊള്ളാം, മറ്റു കൊള്ളാം, പക്ഷെ എന്റെ കുട്ടിയാവട്ടെ, വിവേകാനന്ദൻ കൊള്ളാം, അതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അല്ലാതെ എന്റെ കുട്ടി വേണ്ട എന്നുള്ളിടത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ നമ്മൾ ഈ പറയണതും നമ്മുടെ പ്രവൃത്തിയും തമ്മില് അച്ചഗജാന്തരം ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്യ. അപ്പൊ നമുക്ക് വേണ്ടത് ഇത് ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വികൃതികളൊന്നും ഇല്ലാണ്ട് സംസ്കൃതിയിലേക്ക് ഇതിനെ നയിക്കണമെങ്കിൽ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വികൃതികളാണ് വരിക. ഒരു മനുഷ്യന് അവന്റെ പ്രകൃതിയാ പലതും ഉണ്ടാകും, അത് വികൃതിയായി മാറാതെ അതിനെ സംസ്കരിച്ചാലാണ് അത് സംസ്കൃതിയായിട്ട് മാറുന്നത്. ഈ പ്രകൃതിയിൽ നിന്ന് സംസ്കൃതിയിലേക്കുള്ള പരിവർത്തനമാണ് സനാതന ധർമ്മം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് മനുഷ്യത്വത്തിൽ അല്ലെങ്കിൽ മൃഗത്വത്തിൽ നിന്ന് ഈശ്വരത്വത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയാം. എല്ലാവരിലും ഒരു മൃഗത്വം ഉണ്ടാകും, തെറ്റ് ചെയ്യാനുള്ള ഒരു വാസന ഉണ്ടാകും, മരുതാത്വത ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. കാരണം നമ്മൾ ആരും ജനിക്കുമ്പോൾ ഈശ്വരനായിട്ടൊന്നല്ല ജനിക്കുന്നത്, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ നമ്മുടെ അതെത്തണമെങ്കിൽ നമ്മളിലുള്ള ആസുരികതകളൊക്കെ നമ്മൾ തന്നെ സ്വയം അല്ലെങ്കിൽ അതിനെ കീഴടക്കി ഈശ്വരത്വത്തെ മേലെ കൊണ്ടുവരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദേവേന്ദ്രൻ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ദേവനായിട്ട് അടക്കി വരുമ്പോഴാണ് നമുക്ക് ആ ഈശ്വരത്വം പൂർണ്ണമായിട്ട് കൈവരിക്കാൻ സാധിക്കുക. അപ്പൊ ആ പ്രയാണമാണ് സനാതന ധർമ്മം. കൃമിത്വത്തിൽ നിന്ന് മൃഗത്വത്തിലൂടെ മനുഷ്യത്വത്തിലൂടെ ഈശ്വരത്വത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയാം. അതുപോലെ തന്നെ സ്വാഭാവികമായ പ്രകൃതികൾ നമ്മൾ ഓരോരുത്തരിലും സൃഷ്ടിപരമായി ഉണ്ടാകുന്ന പ്രകൃത്യാലുള്ള ചില കാര്യങ്ങൾ അതിനെ വളരെയധികം സംസ്കരിച്ച വികൃതിയിലേക്ക് പോകാതെ സംസ്കൃതിയിലേക്ക് എത്തിക്കുന്ന ആ പരിവർത്തനവുമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇത് നിലനിൽക്കണ്ടേ? ഇത് ഒരു ഈശ്വര വിശ്വാസം മാത്രമായിരുന്നെങ്കിൽ നിലനിന്നോളം ഏത് ഈശ്വരനെ വിശ്വസിച്ചാൽ എന്താ, നമുക്ക് മുഹമ്മദിനെ വിശ്വസിച്ചാൽ എന്താ, അള്ളാവിനെ വിശ്വസിച്ചാൽ എന്ത്, യേശുവിനെ വിശ്വസിച്ചാൽ എന്ത്, മറ്റേ അഹുരാമാസിന്റെ ആരെ വിശ്വസിച്ചാൽ നമുക്കെന്ത്? വിശ്വാസം മാത്രമായിരുന്നെങ്കിൽ എങ്ങനത്തെ പരിവർത്തനം ഓർത്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് വിശ്വാസമല്ല. നിങ്ങൾക്ക് ദൈവവിശ്വാസിയാകാതെയും നിങ്ങൾക്ക് സനാതന ധർമ്മിയാകാം. എല്ലാവരും ദൈവവിശ്വാസിയാകണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവവിശ്വാസത്തിൽ അപ്പുറമായിട്ട് ഒരു മനുഷ്യനുള്ള പരിവർത്തനമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് നിലനിന്നേ മതിയാകും. മനുഷ്യനെ നിയമം കൊണ്ട് പരിവർത്തനം വരുത്താൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ നല്ല നല്ല വകുപ്പുകൾ എഴുതി വെച്ചാൽ മതിയല്ലോ. ഭരണഘടനയിൽ നല്ല വകുപ്പ് വന്നാൽ ആകെ ഒരു കാര്യമുള്ളൂ, കാണെ ചെയ്യുന്ന തെറ്റുകൾ കുറയും, സാക്ഷി കണ്ടുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ കുറയും. അല്ലാതെ മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളോ ആരും കാണാതെ ചെയ്യുന്ന തെറ്റുകളോ കുറയ്ക്കാൻ ഭരണഘടനയിലെ വകുപ്പുകൾക്കാകില്ല. അപ്പോ വ്യവസ്ഥിതി മാറ്റം കൊണ്ട് പരിവർത്തനം സാധ്യമല്ല, മനസ്ഥിതി മാറ്റം കൊണ്ടേ പരിവർത്തനം സാധ്യമാകുള്ളൂ. ആ മനസ്ഥിതി മാറ്റത്തിനാണ് സനാതന ധർമ്മം ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ വസ്ത്രത്തിലാകാം, വിവാഹത്തിലാകാം വാശി പിടിക്കാത്തത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇപ്പോഴും യൂണിഫോം സിവിൽ കോഡ് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, വരൂ എന്നുള്ള, അല്ലെങ്കിൽ വരുമെന്ന പ്രതീക്ഷ, അതിപ്പോൾ ഭരണാധികാരികളുടെ ഒരു പ്രതീക്ഷയ്ക്കപ്പുറം അത് വന്നാൽ
ഒരു നിയമം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കൊണ്ടുവന്നാൽ സമാജത്തിൽ ഉണ്ടാകുന്ന ഒരു ഇളക്കം, ആ ഇളക്കത്തിനൊരു ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഇളകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു നിലയിലൊക്കെ ഇങ്ങനെ നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്കാണ് ഇത് നീണ്ടുപോകുന്നത്. അപ്പോ ഇപ്പം പ്രശ്നമാണ് ഇന്ത്യയിലെ നമ്മൾ മതേതരത്വവും മതസഹിഷ്ണുതയും ഒക്കെ പറയുമ്പോഴും ഇവിടുത്തെ രാമനും ഇവിടുത്തെ മുഹമ്മദിനും ഇവിടുത്തെ ജോസഫിനും ഒരു സിവിൽ നിയമവും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു നന്മയുണ്ട്. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 50 ജനുവരി 26 56 ആയപ്പോഴേക്കും 6 വർഷം എന്ന് പറഞ്ഞാൽ 52നും 56നും ഇടയ്ക്കുണ്ടായ നിയമ ഭേദഗതികളിലൂടെ ഹിന്ദു കോഡ് ബില്ല് നിയമമായി കഴിഞ്ഞു. 50നും 52നും 56നും ഇടയ്ക്ക് 4 വർഷം കൊണ്ട്, അതായത് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം തുടങ്ങിയതൊക്കെയാണല്ലോ സിവിൽ നിയമങ്ങളുടെ കാര്യങ്ങളിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ആദിവാസിയാകട്ടെ അല്ലെങ്കിൽ അമ്പലവാസിയാകട്ടെ അവർക്കൊരു നിയമമാണ്. ഇവിടെ ചോദിക്കും ഹിന്ദു ഉണ്ടോ എന്നുള്ള ചോദ്യം. ഹിന്ദു ഉണ്ട്, നിയമം മൂലം ഹിന്ദു ഉണ്ട്. കാരണം ഒരു ആദിവാസിയുടെ വിവാഹ കാര്യങ്ങളാണെങ്കിൽ അവന് ഒരു വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അവന് 18 വയസ്സിലേ കഴിക്കാൻ പാടുള്ളൂ, അവന്റെ വിവാഹമോചനം കോടതിയിൽ കൂടിയേ പറ്റുള്ളൂ, ആദ്യ ബ്രാഹ്മണനായാലും അതേ പറ്റുള്ളൂ. അപ്പോ ആരാണ് ഹിന്ദു എന്ന് ഭരണഘടന നിർവചിച്ചിട്ടില്ലെങ്കിലും ഹിന്ദു കോഡ് ബില്ല് ഇവിടെ ഉണ്ട്. കാരണം അത് വിവാഹം, വിവാഹമോചനം, ദത്തവകാശം, സ്വത്തവകാശം, ഇത്രയും ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിൽ ഈ 4 കാര്യം വരുള്ളൂ. ഈ 4 കാര്യങ്ങൾ 50നും 52നും 56നും ഇടയ്ക്ക് ഇവിടെ നിയമമായി. ആരെങ്കിലും ഇവിടെ വാശി പിടിച്ചോ? ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ ആ നിയമങ്ങൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുന്നില്ലേ? നമ്മുടെ പുരാണങ്ങളിലൊക്കെ മറിച്ച അനുഭവങ്ങൾ ഇല്ലാണ്ടിയ, മരിച്ച കഥകൾ ഇല്ലാണ്ടിയ, പാഞ്ചാലിക്ക് 5 ഭർത്താവില്ലേ? നമ്മൾ മഹാഭാരതം ഭരിക്കുമ്പോൾ പാഞ്ചാലിക്ക് 5 ഭർത്താവില്ലേ? ഒരു ഹിന്ദു സ്ത്രീക്ക് ഒരു വിവാഹമേ അറ്റ് എ ടൈം കഴിക്കാൻ പാടുള്ളൂ, മറ്റേത് വിവാഹമോചനം കോടതി വഴി നേടി അടുത്ത കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സ്ത്രീകളൊക്കെ കൂടെ ബഹളം വെച്ചു. ഞങ്ങൾക്ക് പാഞ്ചാലിയെ പോലെ 5 കെട്ടാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞില്ലാലോ. രാമായണത്തിൽ ദശരഥന് 3 ഭാര്യമാരുണ്ടല്ലേ? അപ്പോ ഹിന്ദു പുരുഷന്മാർക്ക് മിനിമം 3 കെട്ടാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ വാശി പിടിച്ചോ? നീ ഭാഗവതത്തിലേക്ക് കടന്നാൽ അത് തത്വം വേറെയാണ്. വിവാഹം 2 സഹസ്രമെട്ടും വിധിക്ക് ചേരുംപടി ചെയ്തവനാണ് ഭഗവാൻ എന്നൊക്കെയാ പറയണം. 16,008 കെട്ടിയ കൃഷ്ണന്റെ കഥ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് 1 കെട്ടാവൂ പറഞ്ഞില്ലല്ലോ. അതാണ് സനാതന ധർമ്മം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ഇതൊക്കെ കാലാനുസൃതമാണ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാലാനുസൃതമാണ്. അത് അതാത് കാലത്തെ ഭരണകൂടങ്ങൾ എന്താണോ അവിടുത്തെ വ്യവസ്ഥയ്ക്കനുസരിച്ച് തീരുമാനിക്കുന്നത് അതിന് കീഴടങ്ങി ജീവിക്കുക എന്നുള്ളത് അത് മതവുമായി ബന്ധപ്പെട്ടതല്ല. അതാണ് നമുക്ക് മനുസ്മൃതി എന്ന് പറയുമ്പോൾ, കാരണം അതൊക്കെ സ്മൃതികളാണ്. കാലാനുസൃതമായി മാറ്റം വരുന്ന സ്മൃതികൾ മാത്രമാണ് നിയമം പോലെ. ഇതെല്ലാം നിയമത്തിന് വിധേയമാണെന്ന് സനാതന ധർമ്മത്തിനറിയാം. അതുകൊണ്ട് വിവാഹപ്രായം 18 ആക്കിയാലോ, വിവാഹപ്രായം നാളെ 21 ആക്കിയാലോ, കുറഞ്ഞ വിവാഹപ്രായം പെൺകുട്ടികളുടെ 21 ആക്കിയാലോ സനാതന ധർമ്മികളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകില്ല. കാരണം അതൊക്കെ കാലാനുസൃതമാണ്. സ്വയംവരം മുതൽ സംബന്ധം വരെ പലതും നമ്മുടെ ഇടയിൽ വിവാഹ രീതികൾ കയറി ഇറങ്ങി പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ ഇതിലൊക്കെ പറയുന്ന വിധത്തിൽ അഷ്ടവിധത്തിലുള്ള വിവാഹങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ കാലാനുസൃതമാണ്. അതിലൊന്നിപ്പോ നമുക്ക് അപമാനവും തോന്നണ്ട, അതിന് പഴയ തലമുറയെ കുറ്റപ്പെടുത്തുകയും വേണ്ട. അയ്യോ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. സംബന്ധം ഉണ്ടായിരുന്നു. കേരളത്തിലെ ചില സമൂഹങ്ങൾക്കിടയിൽ സംബന്ധ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ എന്താന്ന് പറയുക എല്ലാ വർണ്ണങ്ങളിൽ നിന്നും അവര് സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു. വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു. ഇതിലൊന്നും നമ്മൾ അന്ന് പോയി കുറ്റപ്പെടുത്തണ്ടാകാൻ. അതൊക്കെ കാലാനുസൃതമാണ്. അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചില സാമൂഹ്യ വ്യവസ്ഥകൾ അന്ന് ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഒരു ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടുകൂടി പഠിക്കുക മാത്രമേ വേണ്ടൂ. അന്നത്തെ സാമൂഹ്യ അവസ്ഥ എന്തായിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അതിനെ പോയി അന്ന് ശൈശവവിവാഹം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ അന്ന് മറ്റെന്താണ് അവരുടെ സംബന്ധം നിലനിന്നിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടുകൂടി പഠിക്കുക. അതിൽ അപമാനം ഒട്ടും തോന്നാതെ അത് തിരുത്താനും പോണ്ട. ആരെങ്കിലും പറയാം ഞങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, തിരുത്താനും പോണ്ട, അന്നത്തെ തലമുറയെ കുറ്റപ്പെടുത്താനും പോണ്ട. അതൊക്കെ ഒരു വൈവിധ്യം, എന്നത്തെ പറഞ്ഞ ഒരു കൗതുകത്തോടുകൂടി അതിനെ വീക്ഷിക്കുക. അത് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അതൊക്കെ കാലാനുസൃതമാണ്. ഇത് തിരിച്ചറിയാനുള്ള ശേഷി സനാതന ധർമ്മത്തിനുണ്ടായത് കൊണ്ടാണ് നമ്മൾ മൂല്യത്തിനാണ് വലിയ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് വേദങ്ങളാണ് ശാശ്വതമായത് എന്ന് പറയുന്നത്. മറ്റേതെല്ലാം സ്മൃതികളാണ്. ഇത് മാത്രമേ ശ്രുതിയായിട്ടുള്ളൂ. കാലദേശ വ്യക്തി അധിഷ്ഠിതമായ അല്ലെങ്കിൽ അത്തരം ഭേദങ്ങൾക്കൊക്കെ അപ്പുറമായി നിലനിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അവ നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ജീവിത രീതി ആധുനികതയെ പിൻപറ്റാൻ നമുക്ക് ഒരിക്കലും ശല്യം തോന്നാറില്ല. ശ്രീരാമചന്ദ്രൻ
അയോധ്യയിൽ നിന്ന് അല്ലെ മറ്റേ ലങ്ക ഇവിടേക്ക് നടന്നത് ദക്ഷിണേന്ത്യ വരെ മറ്റേ എന്താ പറയേണ്ടത് സേതുവിന്റെ തീരം വരെ നടന്നത് കാൽനടയായിട്ടാണ്. അവർക്ക് ഞങ്ങളും വണ്ടിയിലൊന്നും കയറില്ല എന്ന് ഹിന്ദുക്കൾ പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അവനെ നല്ല ചാട്ടവാറ് കിട്ടില്ലെങ്കിൽ കൈ കിട്ടിയ ചൂരെടുത്തിട്ടെങ്കിലും കൊടുക്കണ്ടേ? ശ്രീരാമൻ നടന്നാണ് ഞാൻ നടക്കുള്ളൂ, വണ്ടി കയറില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കാലാനുസൃതമായി വരുന്ന പുരോഗമനങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്കതുകൊണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആസ്പത്രിയിൽ പോയി പ്രസവിക്കില്ല എന്നൊരിക്കലും ഹിന്ദുശ്രീ പറയില്ല. അയ്യോ ഞങ്ങളുടെ പുരാണത്തിലൊന്നും പറഞ്ഞിട്ടില്ല ഇവരാര് സീത മറ്റേ വാൽമീകിയുടെ ആശ്രമത്തിലാണ് പ്രസവിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ആസ്പത്രിയിൽ പോയി പ്രസവിക്കില്ല എന്നൊരു ഹിന്ദു സ്ത്രീ പറയാത്തതിന് കാരണം സനാതനധർമ്മം മൂല്യാധിഷ്ഠിതമാണ് എന്ന് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്കൊക്കെ. നമ്മൾ മതം പഠിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മുടെ തലമുറകളുടെ ആചരണങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചില പ്രത്യേക ശാസ്ത്ര അല്ലെങ്കിൽ മത ശാഠ്യങ്ങൾ നമ്മൾ കാണാത്ത പറ്റില്ലേ. ആസ്പത്രിയിൽ പ്രസവിക്കരുത്, വേറൊരു വിദ്യാസനം പറഞ്ഞിട്ട് 4 കൊല്ലം വരെ ഗർഭസ്ഥ ശിശു വയറ്റി കിടക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമുക്കത് കണ്ട് ചിരിക്കാൻ സാധിക്കുന്നത് സനാതന ധർമ്മത്തിന്റെ ഈ പറഞ്ഞ ഒരു ശാസ്ത്രബോധം നമ്മളിലുണ്ട്. ആധുനികമായ എന്തിനേയും നമുക്ക് ഉൾക്കൊള്ളാം. വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ തട്ടിച്ചു നോക്കുമായിരിക്കാം. അത് ചിലപ്പോൾ വാസ്തവം ഉണ്ടായിരിക്കാം. ഇപ്പൊ ഗണപതിയുടെ തല മാറ്റിയില്ല, അത് അന്നും പണ്ടും പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ സഞ്ജയൻ മറ്റേ യുദ്ധം കാണുന്നത്, ധൃതരാഷ്ട്രർക്ക് വേണ്ടി സഞ്ജയൻ യുദ്ധം കാണുന്നത് അന്നും ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു എന്നതിലേക്ക് അതേമായി നമ്മൾ ബന്ധിച്ച് പറയുന്നു എന്നല്ലാതെ അതാണ് ശാസ്ത്രം എന്നുള്ള നിലയ്ക്കാണോ? അല്ലെങ്കിൽ ഏതായാലും എങ്ങനെയോ കാണാനുള്ളൊരു കഴിവുണ്ടായിരുന്നു എന്നുള്ളതും അത് വിവരിച്ചു കൊടുക്കാൻ ഇവരെ ലൈവായി വിവരിച്ചു കൊടുക്കാൻ കഴിയുന്നു. അത് ഭാവനയെങ്കിലും കണ്ടുവല്ലോ. ആകാശത്തു കൂടി പോകുന്ന പുഷ്പകവിമാനം ഉണ്ടായിരുന്നോ? എന്തായാലും അവൻ ഭാവനയെ കണ്ടുവല്ലോ. ആകാശം വഴിയിലൂടെ പോകാം, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം രണ്ടാമത്. ആദ്യം ഏതൊരു വസ്തുവും സങ്കല്പത്തിലല്ലേ ഉണ്ടാവുക. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്തി പറയുന്നത് ഒഴിച്ചാൽ നമ്മള് ഇന്നിന്റെ വളർച്ചകളെ, ഇന്നിന്റെ ശാസ്ത്രബോധത്തെ നമ്മൾ പിന്തള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് സനാതനധർമ്മം നിലനിൽക്കണം. അത് ഏത് കാലത്തേക്കും പറ്റിയതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പലരും ജീവിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. ഈ കേരളത്തിൽ വരെ പലരും ഇന്ന് ജീവിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ ദുശാഠ്യങ്ങൾ വെച്ചുകൊണ്ട്. അതുകൊണ്ട് ആടിനെ മേയ്ക്കാൻ സിറിയയിലേക്ക് ഇന്നും കയറി പോകാൻ വിടുന്ന ആളുണ്ട്. ഈ കേരളത്തിൽ നിന്ന് വരെ കയറി പോകാനും കയറ്റി വിടാനും ആൾക്കാരുണ്ടായി. കാരണം അന്നത്തെ കാലത്ത് ആടിനെ മേച്ചാണ് ജീവിച്ചിരുന്നത്. കൃഷ്ണൻ ഇടയനായിരുന്നു അല്ലെ? ആ ഇടയനായ കൃഷ്ണനെ ഗോപാലകൃഷ്ണ എന്നൊക്കെ പറയുന്നത് ഒഴിച്ചാൽ പശു ചാണകം ഗോമൂത്രം എന്നൊക്കെ കേൾക്കണത് ഒഴികെ പശുവിനെ വളർത്തുന്ന എത്രയും ദുഃഖമുണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യം. അതുപോലെ അപമാനമായി നമ്മൾ കാണുന്നു. അല്ലാതെ അതിനെ വളർത്താൻ വേണ്ടി നമ്മൾ എന്തിനെയൊക്കെ വിട്ടുപോകുമോ? അത് വളർത്തണം എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ നമ്മളെ ഗോപരിപാലനം ഭഗവാൻ ഇവിടുത്തെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാതെ അതൊന്നും ഒരു ശാഠ്യമായിട്ടല്ല. അപ്പൊ ഓരോന്നും നോക്കിയാൽ പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി നഷ്ടമാണ്, കൃഷി മാനക്കെടുവാണ്. കൃഷി ചെയ്യുക എന്നുള്ളതിന് പലരെ സംബന്ധിച്ചും മാനക്കേടാണ്. അത്തരം ജോലികൾ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നോ ഒക്കെ ആൾക്കാർ വന്നാൽ മാത്രമേ ഇന്ന് അത്തരം തൊഴിൽ എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി തപ്പിയിട്ട് ബ്രാഹ്മണനെന്നും ശൂദ്രനെന്നും ബ്രാഹ്മണനെന്നും ശൂദ്രനെന്നും പറഞ്ഞ് പല ജോലികളും ശൂദ്രത്വമാണ് എന്ന് വിശ്വസിക്കുകയും അതിൽ അപമാനം തോന്നുകയും ചെയ്തു. അതാണ് കേരളത്തിന് വലിയ കാര്യം. ശൂദ്രപ്പണി അതൊക്കെ ശൂദ്രന്മാരെവിടെ? ശൂദ്രനത്വം എന്ന് പറഞ്ഞാല് അതൊരു അപമാനകരമായ ഒരു വസ്തുതയാണ് എന്ന് പ്രചരിപ്പിച്ചവർ നമ്മുടെ പുരാണങ്ങളല്ല, നമ്മുടെ ഇതിഹാസങ്ങളല്ല, നമ്മുടെ ആചരണവും അല്ല. മറിച്ച് ഈ ആധുനിക വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് സനാതന ധർമ്മത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഊണ് കഴിച്ച് വെളിച്ചെറിയുന്ന എച്ചിലറിയിൽ പോലും ബ്രാഹ്മണിക്കൽ ഹെജിമണി തപ്പിപ്പോയവര്, മസാല ദോശയോടൊപ്പം കിട്ടുന്ന ഉഴുന്നുവടയിൽ പോലും ബ്രാഹ്മണിക്കൽ ഹെജിമണി തപ്പിപ്പോയവര്, ചിലതെല്ലാം ബ്രാഹ്മണർ അത് ശ്രേഷ്ഠമാണ്, ചില ജോലികളും അങ്ങനെയാണ് എന്ന് വന്നപ്പോൾ പാടത്തിറങ്ങാൻ ആളില്ല, ചെളി പുരണ്ടാൻ പറ്റുക, അതൊക്കെ മോശമല്ലേ? അടിമത്തമല്ലേ? ഞങ്ങൾ ഇനി കൊയ്ത്തുപാട്ട് പാടില്ല. കേരളത്തിൽ നടന്ന വിപ്ലവങ്ങളായിരുന്നു കൊയ്ത്തുപാട്ട് പാടില്ല, ഞാറ്റുപാട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് ചെയ്തിരുന്ന പണികളെ അവർ ആസ്വദിച്ചിട്ടായിരുന്നു പാട്ടുമല്ല. അവരാരും വടിയെടുത്ത് പഠിക്കുന്നായിരുന്നില്ല. പാടിക്കൊണ്ട് ഞാർ നടുകയും പാടിക്കൊണ്ട് വിത്തറിയുകയും പാടിക്കൊണ്ട് കൊയ്തെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നവരിൽ നിന്ന് ഇതെന്തോ ഒരു അപമാനമായി ശൂദ്രപ്പണിയാണ് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയപ്പോൾ ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ തയ്യാറില്ലാത്തൊരു വിഭാഗമായി വന്നു. പക്ഷെ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മളെ പഠിപ്പിച്ച എന്താ? മഹാവിഷ്ണുവിന്റെ അവതാരമായ ബലരാമൻ കർഷകനാണ്, കലപ്പയാണ് ആയുധം. വെട്ടിനാൽ കാളിന്തി ആറ്റിനോ പൊട്ടിയ ശാഖ തോറും വൻകരിങ്കല്ലിയാം കാളിന്തി നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വലിച്ചഴച്ച്, അതായത് കാളിന്തിയിലെ വെള്ളം കൊടുന്ന് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഭഗവാന് മാനക്കടുണ്ടോ? ഭഗവാന്റെ പൂർണ്ണാവതാരമായ കൃഷ്ണൻ ഇടയനാണ്, കന്നുകാലിയെ മേയ്ക്കുന്നവനാണ്. മാനക്കടുണ്ടോ? ഒന്നിനും ഒരു തൊഴിലും മോശമല്ല.
എല്ലാം ചേർന്നാൽ മാത്രമേ നമ്മുടെ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ എല്ലാത്തരം തൊഴിലുകൊണ്ട് എല്ലാം ശ്രേഷ്ഠമാണ്. ഭഗവാന് പോലും ഭൂമിയിൽ വന്നാൽ ഇതൊക്കെ ചെയ്യാം. ഇത് പഠിപ്പിച്ചതാണ് സനാതന ധർമ്മം. ഇതിനെതിരെ വാളോങ്ങിയവർ, സനാതന ധർമ്മത്തിന് ചെയ്ത തകരാറുകൾ വളരെ വലുതാണ്. അതിന് പക്ഷെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർത്തതിനേക്കാൾ, കാശി വിശാലാക്ഷി ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രം തകർത്തതിനേക്കാൾ, ഭഗവാന്റെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനമായ മധുര നശിപ്പിച്ചതിനേക്കാൾ വലിയ നാശമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ എന്ന് പറയാം, ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഇന്ന് സനാതന ധർമ്മത്തിന് വലിയ തകരാറ്, വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പക്ഷെ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടല്ല, രാജവംശങ്ങൾ തകർത്തുകൊണ്ടല്ല, പുസ്തകങ്ങൾ കത്തിച്ചത് കൊണ്ട്. ഇപ്പൊ ഭക്തിയാർ ഗിരിജിയൊക്കെ നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് നമുക്കറിയാം, നമ്മുടെ സർവകലാശാലകൾ നശിപ്പിച്ചിട്ടുണ്ട്, ഗ്രന്ഥശാലകൾ കത്തിച്ചിട്ടുണ്ട്. അതിനേക്കാളും വലിയ ദോഷം ഇന്ന് സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണാതെ നമ്മുടെ പ്രവർത്തനം ഒരിക്കലും, ആദിശങ്കര ഇന്റർനാഷണൽ പ്രവർത്തനം ഒരിക്കലും അത് കാണാതെ മുന്നോട്ട് പോകരുത്. എവിടെയാണ് നമുക്ക് തകരാറ് പറ്റിയത്? ഇപ്പൊ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മാത്രം എടുത്താൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പാഠം. കേരളം നമുക്ക് പറഞ്ഞാൽ ഒരു പഠന വിഷയമാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് കേരളം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ നോക്കൂ, നിസ്സാരമായി അമ്മയെ കൊല്ലാനും അച്ഛനെ കൊല്ലാനും മക്കളെ കൊല്ലാനും മടിയില്ല. ഇന്നും ഭയമാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പറയും, രാത്രി വാതിലടയ്ക്കുമ്പോ ആയുധം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കും. അപ്പൊ നമ്മൾ ഈ കാർഷികായുധങ്ങളാകാം, വെട്ടുകത്തിയോ അല്ലെങ്കിൽ മഴുവോ, അതൊക്കെ എന്തെങ്കിലും എടുത്ത് അകത്തേക്ക് വെക്കും. കാരണം വല്ല കള്ളന്മാരും വന്ന് അവരിതെടുത്ത് പ്രയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആയുധം ഒന്നും പുറത്തിടരുത് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒക്കെ എടുത്ത് അകത്തേക്ക് വെക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? എല്ലാ ആയുധം എടുത്ത് പുറത്തേക്ക് വെക്കുക. കാരണം വീട്ടിൽ ആർക്കാ ഭ്രാന്ത് കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഏതായുധത്തിനാ പെരുമാറുക എന്ന് പറയാൻ വയ്യ. ഒരു 10 മിനിറ്റ് ടിവിയിലെ വാർത്ത കണ്ടാൽ ഇതൊക്കെ എടുത്ത് വെക്കും. കാരണം ആരാ കുട്ടികൾക്കാ തോന്നുക, അച്ഛനാ തോന്നുക, അമ്മയ്ക്കാ തോന്നുക, ആർക്കാ ആയുധം എടുക്കാൻ തോന്നുക നിശ്ചയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു നമ്മള്. അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ വ്യവസ്ഥിതി തകരാറിലായി കഴിഞ്ഞു. മദ്യവും മയക്കുമരുന്നും ലൈംഗിക വൈകൃതങ്ങളും സമാജത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇത് എവിടെയാ സംഭവിച്ചത്? സനാതന ധർമ്മത്തിനേറ്റ നാശമാണ്. നമ്മുടെ വിശ്വാസം, നിങ്ങൾ വിഷ്ണുവിനെ പൂജിക്ക്, ശിവനെ പൂജിക്ക്, ഗണപതിയെ പൂജിക്ക്, അതിലല്ല വാശി പിടിച്ചത്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അല്ലെ, അതിഥി ദേവോഭവ, നമ്മുടെ അടിസ്ഥാന തത്വങ്ങളാണ്. അമ്മയും അച്ഛനും ഗുരുനാഥനും അതിഥിയെ വിട്ടിട്ട് ചിന്തിക്കൂ. കാരണം പാകപ്പെടാത്തൊരു മനസ്സിനെ പോകേണ്ട വഴി കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ്, കഴിയേണ്ടവരാണ് അമ്മയും അച്ഛനും ഗുരുനാഥനും. ബാലനായി മരുവുന്ന കാലമേ ചാലെഴുന്ന വഴിയെ നടത്തുകിൽ കാലഗേഹഗതിയോളമായവൻ കാലു തെറ്റിയടിയൊന്നു വെച്ചിടാണ്. പോണ്ട വഴി കുട്ടിക്കാലത്ത് തെളിച്ചു കൊടുക്കണം. അപ്പൊ ആ വഴിയിലൂടെ അവർ പോകും. ആ തെളിച്ചു കൊടുക്കേണ്ടവരാണ് അച്ഛനും അമ്മയും ഗുരുനാഥനും ഒക്കെ. ആ ബോധം അവർക്ക് വേണം. ഇവർക്ക് വേണ്ടുന്ന വഴി തെളിച്ചു കൊടുക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന ബോധം അമ്മയ്ക്കും അച്ഛനും ഗുരുനാഥനും വേണം. അത് കുട്ടികൾക്കും വേണം. അതില്ലാത്തത് കൊണ്ട് ഇന്ന് ഗുരുനാഥന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ കാച്ചിക്കളയും എന്ന് പറയുന്ന കുട്ടികളെ പേടിച്ചു നിൽക്കുന്ന ഗുരുനാഥന്മാർ. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം ശമ്പളം. കാരണം എങ്ങാനും നന്നാക്കാൻ പോയാൽ അവരുടെ കഞ്ഞിയിൽ പാറ്റ വാരിടുന്നത് ഉറപ്പാ. സമാജം കയറി നിരങ്ങും. കാരണം അധ്യാപകന് ബഹുമാനമില്ല, അമ്മയെയും അച്ഛനെയും ബഹുമാനമില്ല, ആദരവില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ചതുര ആശ്രമങ്ങള്, അല്ലെ, വർണ്ണാശ്രമ ധർമ്മം. സനാതന ധർമ്മത്തിന്റെ അടിത്തറ വർണ്ണാശ്രമ ധർമ്മമാണ്. ജാതി വ്യവസ്ഥയുടെ പേരിൽ വർണ്ണത്തെ വെറുത്തു, ആശ്രമ വ്യവസ്ഥയെയും വെറുത്തു. ബ്രഹ്മചര്യമില്ല, ഗാർഹസ്ഥ്യമില്ല, വാനപ്രസ്ഥമില്ല, ഇന്ന് എല്ലാം കൂടി ഒന്നാണ്. എല്ലാം കൂടി ഒന്നാണ്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് അത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. മുതിർന്നവരെ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കാലം. സാക്ഷാൽ മഹാവിഷ്ണു പോലും ഭൂമിയിൽ വന്നാൽ ഈ കാലത്ത് മാതാപിതാക്കളെ അനുസരിക്കും. ഈ പ്രായത്തിൽ ഗുരുനാഥനെ ബഹുമാനിക്കും. പക്ഷെ ഇന്ന് സ്ഥിതി മറിച്ചല്ലേ. അവരെ പേടിച്ച് രക്ഷിതാക്കളും അധ്യാപകരും നിൽക്കുന്നു. അല്പാഹാരം, ജീർണവസ്ത്രം, അതൊക്കെ പറയാൻ പോയെന്ന് അടി കിട്ടും. അല്പാഹാരം ഒന്നും വേണ്ട. പക്ഷേ 3 വയസ്സുള്ള കുട്ടി ബാലവാടിയിൽ ബിർണാണിയും പൊരിച്ച കോഴിയും വേണമെന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ വൈറലാക്കിയതാണല്ലോ നമ്മൾ കണ്ടതല്ലേ. ബിർണാണിയും പൊരിച്ച കോഴിയും എന്തുകൊണ്ട് ബാലവാടി കിട്ടണില്ല എന്നാ കേസ്. 3 വയസ്സുകാരന് വേണ്ട ഭക്ഷണം എല്ലാ ദിവസവും ബിർണാണി ബിരിയാണിയാണ്. ബിരിയാണിയും പൊരിച്ച കോഴിയും ബാലവാടിയിൽ വരെ കിട്ടണം എന്ന് പറയുമ്പോൾ അവന്റെ ആഹാര വ്യവസ്ഥ, അല്പാഹാരം വേണ്ട, പക്ഷേ ആഹാരത്തിന്റെ ഒരു സാത്വിക ഭാവം ഇടയ്ക്കെങ്കിലും നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരാഗ്രഹിക്കുന്നതാണ് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആഹാരത്തിനോട് പോലും അവർക്ക് തൃപ്തിയില്ല. ആ തൃപ്തിയില്ലായ്മയാണ് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ എത്തുന്നത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാലൊരു തൃപ്തി ഒരു നേരത്തെ പോലും അവർക്കില്ല. കാരണം എരിവും രൂക്ഷ മസാലകൾ ഇല്ലാതെ ഇന്ന് കേരളത്തിൽ ഒരു നേരം പോലും എവിടെയും ഭക്ഷണം പാകം ചെയ്യില്ല. ഈ രൂക്ഷ മസാലകൾ ഭക്ഷണത്തിനോടെ കഴിക്കാൻ സുഖമായിരിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ വെറുപ്പാണ് സൃഷ്ടിക്കുന്നത്.
കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല. വയറിന് അസ്വസ്ഥതയോ ആകെ കൂടിയ അസ്വസ്ഥതയോ കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ചില സമയത്തേക്ക് മാത്രം, ചില ഉത്സവ സമയത്തേക്കോ ചില ആഘോഷങ്ങളിലേക്കോ പരിമിതിപ്പെടുത്തിക്കൊണ്ട് സാത്വികമായ ആഹാര രീതി കുട്ടികളെ പരിശീലിപ്പിക്കാൻ പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹരിമണിയോ സവർണ ഫാസിസമോ കുന്തമോ കൊടച്ചക്രമോ തെരഞ്ഞ് ആക്ഷേപിക്കപ്പെടുമോ എന്ന് ഭയന്ന് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അല്പാഹാരം ജീർണവസ്ത്രം എന്നൊന്നും ഇന്ന് നമ്മൾ ആഹാരത്തിൽ താല്പര്യം തൃപ്തിയില്ല, വസ്ത്രത്തിൽ തൃപ്തിയില്ല, കാരണം ഇഷ്ടം പോലെ വരികയാണ്. അതുകൊണ്ട് വസ്ത്രത്തിന്റെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ല, സന്തോഷിക്കാൻ അവർക്ക് അവസരമില്ല. അതുകൊണ്ട് തന്നെ സന്തോഷിക്കാൻ മയക്കുമരുന്നിനും മറ്റു പലതിലും അവർ ചെന്നുകൂടി. ജീവിതത്തിൽ സന്തോഷമോ സുഖമോ ആശകളില്ല, ആശങ്കകൾ യഥേഷ്ടമുണ്ട് താനും. ഇതാണ് ഇന്ന് മയക്കുമരുന്നിൽ പെട്ട് ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ കുളത്തിലിറങ്ങി ഇനിയിപ്പോ എങ്ങനെയാ കയറുണ്ട് എന്നറിയാതെ എല്ലാവരും നക്ഷത്രം നോക്കും. ടൺ കണക്കിന് മയക്കുമരുന്ന് കേരളത്തിൽ പ്രചരിക്കുമ്പോൾ പരിഹാരം, എക്സൈസിന്റെ പരിഹാരം ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഫുട്ബോൾ കളിപ്പിച്ചാൽ പോരെ, മറ്റേ ഇങ്ങനെ പലരും പലവിധ. എന്റെ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാത്തത്? നമ്മുടെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും അടക്കമുള്ള വ്യവസ്ഥകളെ പറ്റി ഒന്ന് പഠിപ്പിച്ചുകൂടെ? സാത്വികമായ ആഹാര രീതി ശീലിപ്പിച്ചുകൂടെ? പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യിച്ചുകൂടെ? യോഗയും ധ്യാനവും ഇതിനൊക്കെ പ്രാധാന്യമുള്ളതല്ലേ സനാതന ധർമ്മം? അടച്ചാക്ഷേപിച്ച് സംസ്കൃതം മോശമാണെന്ന് പറഞ്ഞ്, വേദങ്ങൾ മോശമാണെന്ന് പറഞ്ഞ്, ഹിന്ദുത്വം മോശമാണെന്ന് പറഞ്ഞ്, സനാതന ധർമ്മം മോശമാണെന്ന് പറഞ്ഞ് ഇതിനെ വേട്ടയാടാൻ നിന്നവരൊക്കെ കൂടി നേടിയെടുത്ത അനിവാര്യമായ പതനമാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തെ ഒരു പാഠ്യവിഷയമാക്കിയാൽ സനാതന ധർമ്മം എന്തുകൊണ്ട് നിലനിൽക്കണം? ചോദിക്കും, ഇവിടെ അമ്പലങ്ങളില്ലേ? ഉണ്ട്, അമ്പലങ്ങളൊക്കെ ഉണ്ട്, സപ്താഹുണ്ട്, നവാഹുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സനാതന ധർമ്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ ദേശം ബുദ്ധിമുട്ടാ. ഏതുപോലെയെന്ന് പറഞ്ഞാല് നാട്ടിലെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്. കൊപ്പ എന്ന് പറയും, ഓമക്കായ എന്ന് പറയും, കർമൂസ എന്ന് പറയും, പപ്പായ എന്ന് പറയും, അല്ലെ? നമുക്ക് എളുപ്പം ഒരു തയ്യ അങ്ങോട്ട് വെച്ചാൽ എത്ര പെട്ടെന്നാ വളരെ അറിയോ? എന്താ അതിന്റെ തടി ഉണ്ടാവുക, എത്ര പെട്ടെന്നാ കായ്ക്ക് അങ്ങനെ നിൽക്കുന്നുണ്ട്, എത്രയാ ഇല. പക്ഷേ അതിന് കാതലില്ല. അതെ, ഒരു തള്ളിയ അതാ പോകും. ഇതേപോലെയാണോ നമ്മുടെ വളർച്ച? അമ്പലങ്ങളൊക്കെ വളർന്നു, കൊട്ടുണ്ട്, പാട്ടുണ്ട്, വെടിക്കെട്ടുണ്ട്, ആനയുണ്ട്, അമ്പാരിയുണ്ട്, സപ്താഹുണ്ട്, നവാഹുണ്ട്. പക്ഷെ നമ്മുടെ അനുഷ്ഠാനം നമ്മളിലുണ്ട്, വിശ്വാസം നമ്മളിലുണ്ട്, ആചരണം നമ്മളിലുണ്ട്. അത് ഇന്ന് ഏതെങ്കിലും രീതികൾ ഇപ്പൊ പറഞ്ഞവർ ഇത്തരം വ്യത്യാസങ്ങളൊക്കെ ഈ ചതുരാശ്രമ ധർമ്മങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതും അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ സമയം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ചവരാ. പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരെ നമുക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? പഞ്ചമഹായജ്ഞമൊക്കെ കാശ് കൊടുത്ത് അനുഷ്ഠിക്കാന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടോ. 1000 രൂപ കൊടുത്ത മറ്റേ ആ ധർമ്മം ചെയ്യുക, ഇതൊക്കെ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ടതായിരുന്നു. ഈ പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ഇന്നൊരു ഹിന്ദുവിനതുണ്ട്. അങ്ങനെ ഓരോന്നും ചിന്തിച്ചു നോക്കുക, സനാതന ധർമ്മത്തിന്റെ എന്താണെന്ന് നമ്മളിലുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ കേവലം പ്രഭാഷണത്തിനപ്പുറത്ത് വീടുകളിലേക്ക് പറിച്ചു നടുകയും നമ്മുടെ കുട്ടികളിലൂടെ, ആദ്യം നമ്മൾ ചെയ്താലേ നമ്മുടെ കുട്ടികളിലുണ്ടാവുള്ളൂ, നമ്മുടെ കുട്ടികളിലൂടെ ആചരണവും വിശ്വാസവുമായിട്ട് സനാതന ധർമ്മത്തെ എത്തിക്കുകയും ചെയ്യുക. അതിലൂടെ നമ്മുടെ ഈ പരശുരാമ ക്ഷേത്രത്തിന് ഒരു പരിവർത്തനം വരുത്താൻ, ഇത് ശങ്കര ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് പരിപാവനമായ പുണ്യഭൂമിയാണ്. ആ നാട് ഒരിക്കലും നശിക്കാൻ പാടില്ല. വളരെ കൊച്ചുകുട്ടിയിൽ പോലും ഈശ്വരത്വം വളരുകയും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബോധം ഉണ്ടാവുകയും ചെയ്തതാണ് ശങ്കര ഭഗവത്പാദരുടെ ചരിത്രം നമ്മളോട് പറയുന്നത്. അപ്പൊ ആ ഭഗവത്പാദരുടെ പിൻഗാമികൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, ആ ജന്മസ്ഥലം ഒരിക്കലും അതിന്റെ നേരെ വിപരീതമായൊരു ദിശയിലേക്ക് പോകരുത്. മദ്യവും മയക്കുമരുന്നൊന്നും അല്ല ഇവിടെ, അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളൊന്നും അല്ല ഇവിടെ നടമാടേണ്ടത്. ഇവിടെ നിന്നാണ് ഭാരതത്തെ ഇവിടെ ജലത്തിൽ ഇണക്കി കോർക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. ആചാരങ്ങൾ നിലനിർത്തേണ്ടുന്നത് ഇവിടെ നിന്നാണ് വരുന്നത്. നമ്മളായിരിക്കണം മാതൃക. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശങ്കര ഭഗവത്പാദരെ സമാജം എങ്ങനെ കാണുന്നു? കേരളത്തിലെ നമുക്കറിയാലേ, ഇപ്പൊ നമുക്ക് മറ്റേ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ശങ്കരാചാര്യരുടെ പേരിടണം എന്ന് ഉറക്കെ പറയാൻ മടിയുള്ളവരാണ് എല്ലാവരും. കാരണം പറഞ്ഞാൽ അത് ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയായോ? കാരണം നമുക്കിപ്പോ ശങ്കരാചാര്യ ബ്രാഹ്മണൻ എവിടെ നിന്ന് ആലോചിച്ചു നോക്കും. ഒരു തരത്തിൽ ഇണക്കി പുറത്ത പോലെ സമാജത്തെ ഒരുമിപ്പിച്ച ശങ്കര ഭഗവത്പാദർ ആരാണ് ആരാധിക്കേണ്ടത്? അദ്ദേഹം ജന്മം കൊണ്ട് സന്യസിച്ചാൽ പിന്നെ ജാതിയുണ്ട്. ജന്മം കൊണ്ട് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് നമ്പൂരാര് സന്യാസിയാണ്, ആര്? ശങ്കരാചാര്യ. ശ്രീനാരായണ ഗുരു ആര്? ഈഴവ സന്യാസിയാണ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പിസ്വാമിയാര്? നായർ സ്വാമിയാണ് ചട്ടമ്പിസ്വാമി. ഇങ്ങനെ നമ്മൾ സന്യാസിമാർക്ക് പോലും ജാതി നിശ്ചയിച്ച് അവരാരുടെ വീടുകളിൽ അവരെ മാത്രം പ്രതിഷ്ഠിച്ച് ഒക്കെ ഓരോ വട്ടം വരച്ച് ആ വട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി നമ്മൾ ശരിക്കും പറഞ്ഞാൽ സനാതന ധർമ്മത്തെ കൊല്ലുകയാണെന്ന് പറയാതിരിക്കാൻ പോകാറുണ്ട്. കൊല്ലുകയാണ്. സന്യാസിക്ക് പോലും ജാതി നിശ്ചയിച്ച് എന്റെ ജാതിയിൽ ജനിച്ച സന്യാസിയെ എനിക്ക് വേണ്ടു എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും ശങ്കരന്റെ മതമാണ് എന്റെ മതം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു.
ശങ്കരന്റെ മതമാണ് എന്റെ മതം, ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ വാക്ക എന്റെ മതം, വേറൊന്നില്ല എന്ന് പറഞ്ഞ ആ അദ്വൈത സിദ്ധാന്തമാണ് എന്റെയും എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ഈഴവനായി, ശങ്കരാചാര്യന് നമ്പൂരിയായി, അവര് മാത്രം വിയോജിച്ചാൽ മതി. ഈ ഒരു കെട്ടകാലത്ത് നമുക്ക് ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ഏറെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രവർത്തനം ഏതാനും ചിലരിൽ ഒതുക്കാതെ 300 ആളുകളെ സംസ്കൃതം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 3 ചില്ലാനും കൂടി ജനസംഖ്യയുള്ള മലയാളികളിൽ അതെത്ര ചെറിയ ശതമാനം. നിങ്ങൾ ചെയ്തത് വലുതാണ്, പക്ഷെ ചെയ്യാനുള്ളത് അതിലും വലുതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കേരളത്തിലെ LP സ്കൂളുകളിൽ വിദേശ ഭാഷയായ അറബി പഠിപ്പിക്കുമ്പോഴും തത്വത്തിൽ കേരളത്തിൽ സംസ്കൃതം പഠിപ്പിക്കാൻ നിയമമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് LP സ്കൂളിൽ സംസ്കൃതം പഠിപ്പിക്കാം എന്ന് കേരള നിയമസഭ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു സ്കൂളിൽ പോലും ഒരു അധ്യാപകനെയും വെച്ചിട്ടില്ല. പ്രതികരിക്കാൻ ആരുണ്ട്? പ്രതിഷേധിക്കാൻ ആരുണ്ട്? പ്രതികരിച്ചാൽ നമ്മൾ വർഗീയവാദിയാകും. അതുകൊണ്ട് ബഹുഭൂരിപക്ഷവും പ്രതികരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ സംസ്കൃതം പഠിപ്പിക്കുന്നതോടൊപ്പം കേരളത്തിലെ LP സ്കൂളുകളിൽ അടക്കം സംസ്കൃതം പഠിപ്പിക്കാനുള്ള വാശി നമ്മളിൽ ഉണ്ടാകണം. അതിനു വേണ്ടുന്ന പ്രവർത്തനം ഉണ്ടാകണം. ഓരോ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും സംസ്കൃത ക്ലാസുകൾ തുടങ്ങണം. അതിനൊക്കെ പറ്റുന്ന പിന്തുണ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും. അത് ശങ്കര ഭഗവത് പാദം തെളിയിച്ചിട്ടുണ്ട്. നമുക്കും ആ പാത പിന്തുടരാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വളരെ സന്തോഷം ശശികല ടീച്ചർ. ഒരു 5 മിനിറ്റ് കൂടെ സമയം തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും. ഇപ്പൊ ഈ 1 മണിക്കൂർ നേരം എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ചാണ് ടീച്ചറിന്റെ ഈ പ്രഭാഷണം. വളരെ സരളമായി വളരെ വിശദമായി തന്നെ ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യത്തെക്കുറിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും ഇന്നിവിടെ പങ്കെടുക്കുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും. ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ തന്നെ ഒന്ന് തുടങ്ങി വെക്കുകയാണ്. അതായത് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ ബോധവൽക്കരിപ്പിക്കുവാൻ വളരെ പാടാണ്. എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് പെട്ടെന്ന് ബോധവൽക്കരിക്കാൻ സാധിക്കും. അതിന്റെ ഒരു ഉദാഹരണം, ഞാൻ കഴിഞ്ഞ 30 വർഷമായി രാജസ്ഥാനിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിൽ ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും ഒക്കെ മരം വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവിടെ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറെ കൂടി കാട് വെട്ടിത്തെളിക്കുന്നു, കാടുകൾ ഇല്ലാതാകുന്നു. ഇവിടെ എന്നാൽ ഈ ടീച്ചർക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല, പിപ്പലാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് രാജസ്ഥാൻ ജോധ്പൂരിനടുത്ത്. അവിടെ ആ ഒരു ഗ്രാമം, ആ ഗ്രാമപ്രദേശത്ത് ഒരു പെൺകുട്ടി ഉണ്ടാകുകയാണെങ്കിൽ 21ഓളം, എൻ്റെ അറിവിൽ 21ഓളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതി അവിടെ നടപ്പാക്കുന്നുണ്ട്. ആ കുട്ടിക്ക് 21 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടുന്ന ചിലവും ഈ മരം വിറ്റുണ്ടാക്കുന്ന 21 വർഷം കൊണ്ട് ആ മരം വലുതായി. അങ്ങനെയുള്ളൊരു അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു സാർ പറഞ്ഞിരുന്നു രാജസ്ഥാനിലാണോ അവിടെ മഴയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ ഇവിടെയാണ് മഴ കൂടുതൽ. എല്ലാവരും രാജസ്ഥാനിൽ നിന്ന് കേൾക്കുമ്പോൾ മരുഭൂമി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ജനങ്ങൾ കാരണം ലിറ്ററസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 97 സംതിങ് ഉണ്ടെങ്കിൽ ഇന്ന് രാജസ്ഥാനിൽ എനിക്ക് തോന്നുന്നു 73, 74 ഉള്ളൂ. പക്ഷെ ആ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ജനത ഇന്ന് മരം വെച്ച് പിടിപ്പിക്കുവാനും, ഏത് സ്ഥലത്താണ് ഈ പറയുന്ന താർ ഡെസേർട്ടിലാണെങ്കിൽ കൂടി അവിടെയൊക്കെ മരം വെച്ച് പിടിപ്പിച്ച് അവര് ആ ഒരു ഇതിനെ ഉൾക്കൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് അഹംഭാവം വന്നൊരു ജനതയ്ക്ക് ഇതൊക്കെ എന്താ പറയുക. ഇപ്പൊ തന്നെ സനാതന ധർമ്മത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഈ പറയുന്ന ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾക്ക് സനാതന ധർമ്മം തനതായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളിലൊന്നും ഒരു വൻകിട പോലും വ്യത്യാസം വരുത്താതെ അവർ ജീവിക്കുന്നു. എന്നാൽ നമുക്ക് എല്ലാത്തിനോടും പുച്ഛം എല്ലാം കാണുന്നതിൽ ഇന്ന് ഈയിടയ്ക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നു വന്നൊരു വിവാദം ഉണ്ടായിരുന്നു കേരളത്തിൽ. സനാതന ധർമ്മത്തിനെ അതിനെ മുച്ചൂട് നശിപ്പിക്കും എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ആഹ്വാനപ്പെടുത്തിയ ഒരു നേതാവ് നമുക്ക് സൗത്ത് ഇന്ത്യയിലുണ്ടായി. ഇതൊക്കെ നമ്മുടെ എങ്ങോട്ടാണ് പോക്ക്? അതാണ് ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 3-4 മാസമായി നമ്മൾ ചർച്ച ചെയ്തു വരുന്ന സനാതന ധർമ്മത്തിന്റെ നമുക്ക് പ്രസക്തി, നമുക്ക് അത് എങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തിനെ ബോധവൽക്കരിപ്പിക്കാം. അതിനുള്ള ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നുള്ള രീതിയിലാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതും ഇതിലേക്ക് മഹത്തുക്കളായ ടീച്ചറെ പോലുള്ള വ്യക്തിത്വങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായത്. തീർച്ചയായിട്ടും 2 വാക്ക് അതിൽ നിന്ന് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ധന്യനായി. ജയശങ്കര. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഈ കുഴച്ച മണ്ണുകൊണ്ട് രൂപം ഉണ്ടാക്കാം. അത് ഉണങ്ങിയാൽ ലേശം ബുദ്ധിമുട്ടല്ലേ. നനച്ച് കുഴച്ച മണ്ണുകൊണ്ട് നമുക്ക് രൂപം ഉണ്ടാക്കാം. പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. ഈ വിദ്യാഭ്യാസം നേടിയ തലമുറയ്ക്ക് അതാണ് ഒരു കുഴപ്പം പറ്റിയത്. അവരെന്തൊക്കെയോ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു.
അപ്പൊ അതിൽ നിന്ന് മറ്റൊന്നും നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം, നമ്മള് വിദ്യാരംഭം ഒക്കെ ആദ്യം കുറിച്ചിട്ടാണ് സ്കൂളിലേക്കൊക്കെ നമ്മുടെ ആചാരമൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷെ അത് വിദ്യാരംഭം ഒരു ചടങ്ങ് മാത്രമായി നടക്കും. ശ്രീ ഗണപതിയെ നമഃ എന്ന് എഴുതിയാൽ അത് മൂകാംബിയെ പോയി എഴുതിയാൽ ഡോക്ടറാക്കാൻ പറ്റുമോ എന്നെങ്കിൽ മൂകാംബിയെ പോയി എഴുതാം. ആ ഒരു ധാരണയിൽ അപ്പുറം ആ വിദ്യാരംഭത്തിനൊന്നും വലിയ സ്ഥാനമില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കേണ്ടതുള്ള കാര്യങ്ങൾ അത് എഴുതി പഠിപ്പിക്കുകയോ പറഞ്ഞു പഠിപ്പിക്കുകയോ വായിച്ചു പഠിപ്പിക്കുകയോ അല്ല, ആചരണത്തിൽ കൂടി ഉൾക്കൊള്ളേണ്ടുന്ന ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല വീടുകളിൽ നിന്ന്. നമ്മുടെ വീടുകൾ ഹൈന്ദവമല്ലാതായിരിക്കുന്നു. ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മതം മാറാം, ഹിന്ദുമതത്തിലേക്ക് മാറാം എന്ന്. നമ്മൾ ആദ്യം മാറേണ്ടത് ഹിന്ദുമതത്തിലേക്കാണ് എന്നുള്ളത്. കാരണം നമ്മുടെ വീടുകൾ ഹൈന്ദവമല്ലാതായി പോകും. അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഹിന്ദു ആവുന്നത്. ബാക്കി ഒരു തരത്തിലും ഇന്ന് വീടുകൾ ഹൈന്ദവമല്ല എന്ന് പറയണം. അത് കാരണം അവിടെ ഒരു ആചരണവും നടക്കണില്ല, ഒരു തരത്തിലുള്ള ആചരണവും വീടുകളിൽ നടക്കുന്നില്ല. നാമം ചെല്ലുന്ന വീടുകൾ പോലും എണ്ണത്തിൽ കുറവാണ്. ഇനി അതുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ വല്ലം നാമം ചെല്ലിയ വല്ല നേട്ടവും കിട്ടുമോ എന്നുള്ള നിലയ്ക്കുള്ള ചെല്ലലല്ലാതെ ആത്മാർത്ഥമായൊരു നാമം ചെല്ലൽ പോലും ഇല്ല. അപ്പോ അത് തിരിച്ചു കൊണ്ടുവരാൻ ചില വീടുകളെങ്കിലും മാതൃകയാവുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മാറും. നമ്മൾ മാറാതെ നമുക്ക് മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ അതാണ്. എല്ലാരും നിങ്ങൾ നന്നാകുന്ന പറയുന്നത്. നമ്മൾ മാറാതെ, നമ്മുടെ കുടുംബം മാറാതെ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അപ്പോ ആദ്യം നമ്മൾ മാറുക. നമ്മുടെ കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഗുരുനാഥനും അതിഥിയും അങ്ങനെയൊക്കെ അവർ ആരാധ്യരായി വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഒരു അതിഥി വന്നാൽ ആ കുട്ടികൾ അറിയണുണ്ട്, കുട്ടികൾ അവർ ആരാന്ന് അന്വേഷിക്കണുണ്ട്, അവരുമായി സംവദിക്കാൻ അവർക്ക് സമയമുണ്ട്. അതോ അവർ ഒറ്റപ്പെട്ട തുരുത്തിലിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് അതിഥി ദേവോ ഭവ എന്ന് ആരായി പഠിപ്പിക്കണം? ആദ്യം നമ്മുടെ വീട്ടിലല്ലേ ഈ മാറ്റങ്ങൾ വരേണ്ടത്. അപ്പൊ ഇതെല്ലാം സ്വയം നമ്മൾ മാറുക. അതിനുശേഷം നമ്മളെ കണ്ട് ചിലപ്പോൾ മാറുമായിരിക്കും മറ്റുള്ളവർ. അല്ലാതെ വടിയെടുത്തിട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ മാറിയേ പറ്റുള്ളൂ. ആ മാറല് ഈ ബോധമുറയ്ക്കാത്ത പ്രായത്തിലുള്ള കുട്ടികളിലേക്ക് ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും എത്തിക്കണമെങ്കിൽ ആദ്യം വീടുകളിൽ ആചരണവും അനുഷ്ഠാനവും ഉണ്ടാകണം. അത് ഉണ്ടാകാതെ നമ്മൾ എന്ത് നിയമവും പറഞ്ഞിട്ടും കാര്യമില്ല. അത് അത്തരം നിയമം ഇപ്പൊ ഇവിടെ പറഞ്ഞ രാജസ്ഥാനിൽ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഇവിടെ മറ്റേ ആറളം ആ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ സംഘത്തിന്റെ ചില പ്രചാരകരെ അവിടെ ചെന്ന സമയത്ത് അവർക്കുണ്ടായൊരു അനുഭവം ഉണ്ട്. അവിടെ ഇവരൊരിക്കൽ എല്ലാ ആദിവാസി വിളിച്ചിട്ട് പറഞ്ഞപ്പോ അതിലൊരു ആദിവാസി മൂപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ വേട്ടയാടിയാൽ മൃഗങ്ങൾ കൂടുതൽ ഉണ്ടാകും, ഞങ്ങൾ വേട്ടയാടിയാൽ കാട്ടിൽ മൃഗങ്ങൾ കൂടുതലുണ്ട്, മറിച്ച് പുറത്തുള്ളവർ വേട്ടയാടിയാൽ മൃഗങ്ങൾ നശിക്കും. അതെന്താ അപ്പൊ ഇവർക്ക് എന്താ അതൊരു വിശ്വാസ പറഞ്ഞെന്ന് വെച്ചാൽ പദ്യം വിശ്വാസമല്ല. ഞങ്ങൾക്കറിയാം ഏത് കാലത്ത് ഏത് മൃഗത്തിനെ വേട്ടയാടുന്നത്, ഏതിന്റെ എണ്ണമാണ് പെരുകണം, അല്ലെങ്കിൽ ഏതിന്റെ പ്രജനന കാലം ഏതാണ്. ഗർഭിണിയായി ഒന്നിനെ കൊന്നാൽ അത് പോവുകയാണ്. അപ്പൊ പ്രജനന കാലം ഏതാണ്. അപ്പൊ അത്തരം കാലത്ത് അത്തരം മൃഗങ്ങളെ ഞങ്ങൾ വേട്ടയാടില്ല. ഞങ്ങൾക്ക് ഈ കാടിനെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേട്ടയാടുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഞങ്ങൾ വേട്ടയാടുള്ളൂ. ഞങ്ങൾക്ക് അതിനെ അറിയാം. അങ്ങനെ അറിയുമ്പോൾ അത് എണ്ണം കൂടുക ചെയ്യാം. നേരെ മറിച്ച് അത് അറിയാത്തവർ ഒന്ന് വേട്ടയാടുമ്പോൾ അവർ മുച്ചൂട് മുടിപ്പിച്ച് അങ്ങോട്ട് പോവും. അപ്പൊ ഞങ്ങൾ വേട്ടയാടിയാൽ എണ്ണം കൂടും. കാരണം അവർ അതിനെ അറിയുന്നവരാണ്, അതിനെ അനുഭവിക്കുന്നവരാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമായി കൂടി അവരിൽ ഉൾക്കൊണ്ടിരുന്നു. ആ വിശ്വാസം നമ്മൾ ആദ്യം നശിപ്പിച്ചു. ഇതര മതവിശ്വാസങ്ങൾ കയറിക്കൊണ്ടും ഇതര ഇസങ്ങൾ കയറിക്കൊണ്ടും ഈ വിശ്വാസമൊക്കെ അന്ധവിശ്വാസമാണെന്ന് പഠിച്ചു. നമ്മുടേത് മാത്രമേ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുള്ളൂ. ബാക്കി ഇപ്പൊ പറഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ അന്ധവിശ്വാസം എന്ന് പറയാൻ ആൾക്കാരില്ല. പക്ഷെ നമ്മുടെ എല്ലാം അന്ധവിശ്വാസമാണ്. കല്ലിനെ പൂജിക്കുന്നത്, നമ്മൾ കല്ലിനെ പൂജിച്ചൊരു മറ്റുള്ളവർക്ക് എന്ത് പോയി? ആരുടെ പെരട മൂലക്കല്ലിളക്കി കൊണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ വലിയ വിഷയമായിട്ട് വിഗ്രഹാരാധന. അപ്പൊ നമുക്കറിയാം നമ്മുടെ വലിയ നവോത്ഥാന രാജാറാം മോഹൻ റോയ് പോലുള്ളവർ പറയുന്ന വിഗ്രഹാരാധന എന്ത് ഏകദേശം ഇതൊന്നുമല്ല വലിയ വിഷയിരിക്കണത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ പോയത്. ഒരു കല്ലിനെ പിടിച്ച് ആരാധിച്ചാലുണ്ട്, കല്ലുകൊണ്ട് ബാക്കിയെല്ലാം ഉണ്ടാക്കുമെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചാൽ അതൊന്നൊരു വിഷയമേ അല്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് തന്നെ ഒരു അപകർഷതാ ബോധം ഉണ്ടായി. ആ അപകർഷതാ ബോധം കാരണമാണ് നമ്മൾ അതിന് അകന്നു നിന്നത്. അപ്പൊ ഇനി ഉണ്ടാക്കേണ്ടത് ആത്മാഭിമാനമാണ്. ഇത് സ്വാഭിമാനമാണ്, ഇത് അഭിമാനമാണ് എനിക്ക് എന്ന് തോന്നലുണ്ടാകുമ്പോഴേ നമ്മളിത് ചെയ്യുള്ളൂ. മറിച്ചത് അപമാനമാണെന്ന് തോന്നിയപ്പോൾ അമ്പലത്തിൽ പോകാൻ പോലും പഠിച്ചവരുണ്ട്, ചന്ദനം തൊടാൻ പഠിച്ചവരുണ്ട്. കാരണം അതൊക്കെ പിന്നെ പതുക്കെയല്ലേ ഇതൊക്കെ വന്നത്. ഒരു കാലത്ത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചന്ദനം തൊട്ട് പോണ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയെ കാണുന്നമാതിരിയാണ് അന്ന് കണ്ടിരുന്നത്. അതിന് ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം കാലങ്ങളുണ്ടാക്കി. അപ്പൊ അതെന്തുകൊണ്ട് അപകർഷതാബോധം ഉണ്ടാക്കി. ചന്ദനം തൊടുന്നവൻ അവൻ പിന്തിരിപ്പനാണ്, അവൻ മോശമാണ് എന്നിപ്പോ ഈ ഇസങ്ങളും മതങ്ങളും അവരുടെ പ്രചരണത്തിൽ നമ്മൾ പെട്ടുപോയി. അപ്പൊ ഇനി അത് കുറച്ച് പണിയാണ്. പക്ഷെ എന്നിരുന്നാലും പണി എടുത്തേ പറ്റൂ. ഒരു RSSന്റെ ഒക്കെ പ്രവർത്തനത്തിലൊരു വിശ്വാസമുണ്ട്. ഒരു ഗ്രാമത്തിലെ ജനതയുടെ 1% അവരാഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടായാലും അവർ പറയുന്നത് സ്വയം സേവകരെന്നാണ്. നഗരത്തിലാണെങ്കിൽ ഒരു 3% ആളുകളെങ്കിലും മാറി അവരെ കൊണ്ട് നാട് മാറ്റാൻ പറ്റുന്നു. അപ്പൊ അതുപോലെ ഒരു ഗ്രാമത്തിൽ 1% വീട്, ഒരു 3% വീട് നഗരങ്ങളിൽ മാറട്ടെ.
അല്ലാതെ എല്ലാരും മാറുന്നില്ലല്ലോ എന്ന് നിലവിളിക്കാതെ ചെറിയൊരു ശതമാനമെങ്കിലും വീടുകളിൽ ആചരണങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, സ്വാഭിമാനം ഉണ്ടാക്കുക. നമ്മുടെ അറിവ് അഭിമാനത്തോടുകൂടി ഓൾ ആർ മാത്തമാറ്റിക്സ്, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ പോലെ എല്ലാ വിശ്വാസവും ഒന്നല്ല, അതിൽ വ്യത്യാസമുണ്ട്. ഓൾ ആർ മാത്തമാറ്റിക്സ് അല്ല എന്റെ വിശ്വാസത്തിൽ, അത് ഇതേ ശരി എന്നുള്ളതിൽ സ്വാഭിമാനം ഉണ്ടാകണം. അപ്പൊ അപകർഷതാ ബോധം ഉണ്ടാവില്ല, ആചരണങ്ങൾ ചെയ്യാൻ അപകർഷതാ ബോധം ഉണ്ടാവില്ല. അങ്ങനെ അപകർഷതാ ബോധമില്ലാതെ ആത്മാഭിമാനത്തോടെ സ്വാഭിമാനത്തോടെ ഈ ആചരണങ്ങൾ വീടുകളിൽ കൊണ്ടുവരിക. ശങ്കരാചാര്യർ ഇന്ത്യയെ ഒരുമിപ്പിച്ചത് ആചരണങ്ങളിലൂടെയാണ്, വിശ്വാസങ്ങളിലൂടെയാണ്, അല്ലാതെ നിയമം പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. പിന്നെ അല്ലെ നിങ്ങൾ ഈ പിന്നെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ, എത്ര കാലമായി പിന്നെ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുതൽ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം വരെ 3ാമത്തെ പേജിലുണ്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ളത്, അല്ലെ? എല്ലാ ദിവസവും മോർണിംഗ് അസംബ്ലിയിൽ പറയുന്നു. എന്നിട്ട് എന്ത് കാര്യം? ഇന്ത്യ ഈസ് മൈ കൺട്രി ആരെങ്കിലും ഉള്ളിൽ കയറുന്നുണ്ടോ? പക്ഷെ ശങ്കരാചാര്യ അത് ഒരുമിപ്പിച്ചു. അപ്പൊ ആചരണങ്ങളിൽ കൂടി തന്നെ നമുക്കിത് ഒരുമിപ്പിക്കാൻ പറ്റും. ഒട്ടും വേവലാതി കൂടാതെ ചെറിയ ശതമാനം വീടുകളിലെങ്കിലും മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പഠിക്കാൻ. വളരെ സന്തോഷം ടീച്ചർ. വേറെ ആർക്കെങ്കിലും ഇത് ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. പർട്ടിക്കുലറായിട്ട് ആരെയും ഇങ്ങോട്ട് ഇതാവുന്നില്ല. മൈക്കിന്റെ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കുക. എനിക്ക് തോന്നുന്നു മാധവ. പറയട്ടെ? ആയിക്കോട്ടെ. ടീച്ചറിന്റെ കാണാവുന്നതാണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. ടീച്ചറിന്റെ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു മനുഷ്യന്റെ കോരിത്തരിച്ചു. കാരണം ശരിയാ, ഇപ്പം മക്കളിപ്പം നമ്മളൊരു കാര്യം, ഇപ്പൊ നമ്മുടെ സമയത്ത് നമ്മള് പിന്നെ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉടനടി അത് ചെയ്യും. ഇപ്പൊ അവരൊരു സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അമ്മ അവിടെ ഇരിക്കുമല്ലോ, അമ്മ എന്ന് എടുത്തോണ്ട് വരാന്ന് പറയാം. അങ്ങനെ ഒരു അവസ്ഥ. അത് ടീച്ചർ പറഞ്ഞ അതൊരു സത്യമായ കാര്യമാണ്. അവർക്കിപ്പം നാമം ചെല്ലുന്ന അല്ലെ അമ്മയ്ക്ക് വേറെ ജോലി, ഞാൻ കേട്ടിട്ടുള്ള കാര്യം, അമ്മയ്ക്ക് വേറെ ജോലിയില്ല. അമ്മ ഇത്രയും നേരം പോയില്ലയോ, അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ ഇവിടെ നിന്ന് പഠിച്ചാലും മതിയല്ലോ, ഇവിടുന്ന് ഇത്രയും നേരം എന്തിനാ നാമം ചെല്ലുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എന്തുവാ നമ്മുടെ പിന്നെ എന്തോ സനാതന കുട്ടികളെ പഠിപ്പിക്കാം, മഹാഭാരത രാമായണം അത് അവരെ പഠിപ്പിക്കാം, അങ്ങനെ ഒരു നിയമം ഇല്ല നമ്മുടെ പിന്നെ ഹിന്ദു മതത്തിൽ. അതും അങ്ങനെ വരുവാണെങ്കിൽ കുട്ടികൾക്കൊരു എന്തുവാ ആ അറിവ് ചെറുതിലേ തന്നെ കിട്ടും. എനിക്ക് അധികം ഒന്നും അങ്ങനെ പറയാൻ അറിയത്തില്ല. എന്നിട്ട് ഈ ഇത് കേട്ടപ്പോ എന്റെ ഒരു കോരിത്തരിച്ചു പോയി അത് ടീച്ചറുടെ ആ വാക്കുകൾ. അത്രേ ഉള്ളു. ചേച്ചി പറഞ്ഞതെന്ന് കാര്യങ്ങൾ മനസ്സിലായി. അതേപറ്റി സാഹിത്യവും പ്രസംഗ ഭാഷയൊന്നും വേണ്ട, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ധാരാളമാണ്, പറയാനൊക്കെ അറിയാം, അതിൽ വിഷമമൊന്നും വേണ്ട. കാര്യങ്ങൾ മറ്റൊരാളെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ വലുത്. അപ്പൊ അതില് ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു പഠിപ്പിക്കാനുള്ള നിയമമൊന്നുമില്ല, അതൊന്നും ഇനി ഉണ്ടാക്കിയാൽ നടക്കൂല. അതുകൊണ്ടൊരു ശ്രേഷ്ഠത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട്, ഇപ്പോ ഇസ്ലാം മതത്തിന്റെ മാത്രം കാര്യം എടുത്താൽ മതി, അവർക്ക് നിർബന്ധമാണ് മദ്രസയിൽ പോവുക എന്നുള്ളത്. അവിടെ ഒരു പോളിഷ്ഡ് വേർഷനൊക്കെ അവർ പഠിപ്പിച്ചു വിടുന്നു. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, മുതിർന്ന കുട്ടികൾ ശരിക്കും പഠിച്ചാൽ അവരിൽ നിന്ന് അത് വലിച്ചെറിഞ്ഞു പോകുന്നവർ യഥേഷ്ടാവോ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ വലിയ വിഭാഗമൊക്കെ അതിനകത്തുണ്ടാകുക, ശരിക്കും പഠിക്കുന്നവര്. അപ്പൊ കാരണം ഈ കുട്ടിക്കാലത്ത് തല്ലി പഠിപ്പിച്ചത് ശരിയല്ല എന്ന് ഒരു പ്രായം വരുമ്പോൾ തിരിച്ചറിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ്. നമ്മളിതൊന്നും കുട്ടിക്കാലത്ത് അടിച്ചു പഠിപ്പിക്കുകയൊന്നും വേണ്ട, രാമായണം ഭാഗവതം ഒന്നും അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളതൊന്നും അല്ല കാര്യം. ചില ആചരണങ്ങൾ കൊണ്ടുവരും, ചില കാര്യങ്ങൾ പഠിപ്പിക്കുക. അവരെ ആദ്യം ചില നാമം ചെല്ലാൻ, കീർത്തനം ചെല്ലാൻ, രാമായണം വായിക്കാൻ. അതിൽ ആദ്യം തന്നെ നമ്മൾ പിടിച്ചിട്ട് ഗീത പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു 5 വയസ്സുകാരൻ കുട്ടിയെ പിടിച്ചിട്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താത്വികമായ തലമൊക്കെ പറഞ്ഞാൽ മിക്കവാറും ആ കുട്ടിക്ക് വട്ടുപിടിച്ചു പോകും. അതൊക്കെ ഒരു ഉയർന്ന തലത്തിൽ ഗ്രഹിക്കേണ്ടതാണ്. അപ്പൊ ആ പ്രായത്തിൽ ചൊല്ലാൻ പഠിപ്പിച്ചാൽ മതി. ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഒരു 10 ശ്ലോകം എനിക്ക് അറിയും, അതിന്റെ ഒരു അഭിമാനം ആ കുട്ടിക്ക് ഉണ്ടാകും. ഒരു 10 ശ്ലോകം ചൊല്ലാം. ഇതിനോടൊക്കെ ഒരു വിശ്വാസവും മമതയും മാത്രം കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയാൽ മതി. കുട്ടിക്കാലത്ത് ഇതൊക്കെ പഠിപ്പിച്ചുണ്ടാക്കാം എന്നുള്ളത് അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതൊന്നും അല്ല നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുക. കാരണം അത് കൂടുതൽ നെഗറ്റീവായ തലയുണ്ടാക്കുള്ളൂ. കാരണം ഒന്നാമത് അവർക്കത് ഒരു ഭാരമായിട്ട് തോന്നും. കാരണം അത്ര എളുപ്പം പഠിക്കാൻ പറ്റുന്നതല്ല സനാതന ധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങളൊന്നും. അപ്പൊ അത് ചെറുതില് നാമം ചെല്ലാനോ കീർത്തനം ചെല്ലാനോ ഒരു ഗീതാശ്ലോകം 4 എണ്ണം ചെല്ലാനോ അക്ഷരം പഠിച്ചാൽ രാമായണം വായിക്കാനോ ഇങ്ങനെയൊക്കെ പഠിക്കുക. ഇതിന്റെ അർത്ഥതലങ്ങളൊക്കെ കുറച്ചും കൂടി വലുതായി അവർ തന്നെ മനസ്സിലാക്കട്ടെ. അവരുടെ പ്രായം വരുമ്പോൾ അവർ തന്നെ അതിന്റെ ഒരു മിനിറ്റ് കേൾക്കണുണ്ടോ? ബാറ്ററി ലോ ആയി വരുന്നു.
കേൾക്കാം, ബാറ്ററി കേൾക്കാം. വീഡിയോ ആയിട്ട് തോന്നുന്നു. ഇല്ല ഇല്ല, അപ്പോ ഓഫായിട്ടില്ല. ഇല്ല അല്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോ ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്കൊരു ചെറുപ്പ കാലത്ത് നമ്മളൊരു വഴി വെട്ടി കൊടുത്താൽ മാത്രം മതി. ഇത്തരം കാര്യങ്ങളോട് ഒരു ആഭിമുഖ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രം ചെയ്യുക. അത് ക്ഷേത്രങ്ങളാണെങ്കിലും മറ്റുള്ളിടത്തൊക്കെ ആണെങ്കിലും അത് അഭിമാനത്തോടു കൂടി ചെയ്യാൻ. കാരണം കുട്ടികൾക്ക് ആ പ്രായത്തിലൊക്കെ ഒരു ആദരവൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. എനിക്ക് നല്ല ശ്ലോകം അറിയും. അപ്പൊ അങ്ങനെയൊക്കെ ശീലിക്കുക. മറ്റത് നമ്മൾ നമ്മുടെ അമ്മയും അച്ഛനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിൽ നിന്നാണ് മക്കൾ പഠിക്കേണ്ടത്. അത് നന്ന ചെറുതിലെ അത്തരം കാര്യങ്ങൾ അവരെ അനുസരിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടല്ല. കാരണം ആ പ്രായം ചോദ്യം ചെയ്യാനുള്ളതല്ല. അച്ഛൻ കാട്ടിൽ പോകാൻ പറഞ്ഞാൽ കാട്ടിൽ പോണ ശ്രീരാമചന്ദ്രനാണ് അവിടെ മാറുന്നത്. കാരണം അവർക്ക് ബോധം ഉറച്ചിട്ടില്ല. ബോധം ഉറക്കാത്ത പ്രായത്തിൽ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ പലപ്പോഴും അപകടത്തിൽ ചെന്നപ്പെടും. അപ്പൊ അതുകൊണ്ട് അനുസരണ ബ്രഹ്മചര്യ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. അല്ലാതെ അനുസരണ അടിമത്തല്ല. അപ്പൊ ഇത് വീടുകളിൽ നമ്മൾ ചെറുതിലെ അങ്ങനെ ശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ അവര് തെറ്റും ശരിയും തിരിച്ചറിയാൻ അതൊരു പരിധി വരെ എന്ന് വെച്ചാൽ വടിയെടുത്തുകൊണ്ട് അവര് ശിക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം അനുസരണയല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ മാതാപിതാക്കളും വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ കാര്യങ്ങൾ അവരൊക്കെ അടിമത്തമാണെന്ന് തോന്നുന്ന വിധത്തിൽ അനുസരിപ്പിക്കരുത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ നടക്കാൻ അവരെ വരച്ച വരയിൽ നിർത്തുക എന്നുള്ളതല്ല. അവിടെ വളരെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ ആ ബോധം മാതാപിതാക്കൾക്കും ഉണ്ടാകണം ഈ അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും അടിമത്തമാക്കി മാറ്റാതെ നമ്മളും ശീലിക്കുക. അങ്ങനെയൊക്കെ ഒരു ചെറിയ മാറ്റം, ഒറ്റയടിക്ക് എല്ലാ മാറ്റം കൂടി സംഭവിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ആദരവും ബഹുമാനവും ശുശ്രൂഷയും അന്യനെ ശുശ്രൂഷിക്കുന്ന ഇവിടെയൊക്കെ എല്ലാം നമ്മൾ ഈ മാർക്സിയൻ ചിന്താഗതി വെച്ചാ കണ്ടത്. 2 ക്ലാസ് വർഗ സംഘടനം, മുതലാളി വേറെ തൊഴിലാളി വേറെ, അച്ഛനും അമ്മയും ശത്രു അല്ലെങ്കിൽ അമ്മയും മക്കളും ശത്രു, എല്ലാം വർഗമാണല്ലോ. അവരുടെ അവകാശങ്ങൾ ഇതല്ലാതെ കടമകളെ പറ്റി ബോധവാന്മാരാക്കുക. അത് ആ കുട്ടിയിലാണ് വേണ്ടത്. എനിക്ക് അച്ഛനോട് ഇന്ന കടമയുണ്ട്, അമ്മയോടുണ്ട്, സമൂഹത്തോടുണ്ട്. ആ ഒരു കടമയുടെ ബോധം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഈ ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഒരു പരിധി വരെ വരും. മുഴുവൻ സാധിക്കും എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ തോതിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുറപ്പാണ്. വളരെ സന്തോഷം ടീച്ചർ. നമസ്തേ. ജയശങ്കര. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നു. ചാർജ് വളരെ നമസ്തേ. ജയശങ്കര. പറഞ്ഞോളൂ. നമസ്തേ പറയൂ ചേച്ചി. അത് സ്വിച്ച് ഓഫ് ആയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി കേട്ടോ. ശശികല ടീച്ചറെ നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ശശികല ടീച്ചറെ എന്നെ ഓർക്കുന്നുണ്ടോന്ന് സംശയമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഇല്ലത്ത് വന്നിരുന്നു. നമ്മളെ ഏതാണ്ട് 1/4 മണിക്കൂർ സംസാരിച്ചിരുന്നു. ആ 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഈ 1 മണിക്കൂർ ക്ലാസ്, 1 മണിക്കൂറത്തെ പ്രഭാഷണം ടച്ച് ചെയ്യാത്ത വിഷയങ്ങളില്ല. നമ്മുടെ വേദമതത്തിന്റെ നിയമങ്ങളായ സനാതന ധർമ്മത്തെക്കുറിച്ച് ശ്രുതിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, സ്മൃതിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് നിത്യ ജീവിതത്തിൽ അതൊക്കെ എങ്ങനെ പാലിക്കണം എന്നൊക്കെയുള്ളത് പറഞ്ഞു തന്നത് വളരെ, അതും ഇന്നത്തെ കാലത്ത് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ TV ആയാലും പത്രമായാലും എടുത്ത് നോക്കിയാൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നത് ഇന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഓരോരുത്തർക്കും ഒരു വഴികാട്ടിയാണ്. ശരിക്കും ഇത് 1 മണിക്കൂർ കൊണ്ട് നിർത്തേണ്ട ക്ലാസ് അല്ല. പറ്റുമെങ്കിൽ 1-2 ക്ലാസ്സും കൂടെ ടീച്ചർ എടുക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഈ ആനുകാലിക സംഭവങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? ആനുകാലിക സംഭവങ്ങള് ടീച്ചർ എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയെന്ന് പറഞ്ഞിരുന്നു. ചാർജ് ഇല്ലാത്തതിന്റെ അത് കാണുന്നു. എങ്കിലും ഞാൻ പറയാം, ടീച്ചറിന്റെ ക്ലാസ്സുകള് ശരിക്കും സനാതന ധർമ്മ ബോധമുള്ളവരായി സനാതന ധർമ്മത്തെ അറിഞ്ഞ് എങ്ങനെ ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി ആചരിച്ച് അനുഷ്ഠാനം നടത്തി മുമ്പോട്ട് പോകണം, എങ്ങനെ ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഈശ്വരീയ ഭാവത്തോടുകൂടി എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിന് ശരിക്കും ഒരു വഴികാട്ടിയായിരുന്നു ടീച്ചറിന്റെ ഇന്നത്തെ ഈ പ്രഭാഷണം. വളരെ സന്തോഷം അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ. ഇനിയും ടീച്ചറിന്റെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഉഷേട്ടത്തി.
വാക്കുകൾക്ക് എനിക്ക് തോന്നുന്നത് ടീച്ചർ ലെഫ്റ്റ് ആയതല്ല, അത് ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ഓഫ് ആയി പോയി. ഫോണിലൂടെയാണ് കയറിയത്. എന്തായാലും ഇന്നത്തെ വളരെ നല്ലൊരു സായം സന്ധ്യ പ്രദാനം ചെയ്തു ശശികല ടീച്ചർ. വളരെ പ്രതീക്ഷയോടെ നമ്മൾ വളരെ കാത്തിരുന്നൊരു പ്രോഗ്രാമാണിത്. എന്നാൽ ഇത് പര്യവസാനിക്കുന്ന മുമ്പായിട്ട് ഞാൻ മാധവേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിച്ച് നമുക്കിത് സമർപ്പിക്കാം ഇന്നത്തെ ഈ പരിപാടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബസ്സിലാണുള്ളത്. കണ്ണൂർ ചേർത്തല സപ്താഹം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ്. കേരളത്തേക്ക് പോകുന്നത്. പെട്ടെന്ന് പറയാൻ ബസ് ഇപ്പൊ പുറപ്പെടും. ഏതായാലും ടീച്ചർ ലെഫ്റ്റായെന്ന് തോന്നുന്നു. ചാർജ് ഇല്ലാതെ ശശികല ടീച്ചറുമായിട്ട് മുമ്പേയുള്ള നല്ലൊരു സൗഹൃദമാണ്. NTU നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ അതിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾക്കൊക്കെ നമ്മൾ കൂടാറുണ്ട്, സംസാരിക്കാറുണ്ട്. വളരെ സന്തോഷം. ആദിശങ്കര ഫൗണ്ടേഷൻ സനാതനം ബ്രഹ്മാമൃതം എന്ന ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് ഏറ്റവും തിരക്കുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ. പക്ഷെ അവരെ ഇവിടെ നമുക്ക് 1 മണിക്കൂർ ലഭിച്ചത് എനിക്ക് തന്നെ ഒരു ഞെട്ടലാണ് ഉളവാക്കിയത്. കാരണം വളരെ നന്നായി, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ന്യൂലക്ഷ്മിയൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഈ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഈ ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അപാകതയാണ് വരുന്നത്. ഞാൻ പലപ്പോഴും ക്ലാസ്സിലും മറ്റ് ചില വേദികളിലൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് ശശികല ടീച്ചർ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫോണ് സ്വിച്ച് ഓഫ് ആയെങ്കിൽ കൂടി വേറെ ഫോണിൽ കൂടെയാണെന്ന് തോന്നുന്നുണ്ട്. കയറിയിട്ടുണ്ട്. നമസ്കാരം. മാധവൻ നമ്പൂതിരി മാഷാണ്. കേൾക്കുന്നുണ്ടോ അറിയും. ഏതായാലും ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഉരുവിടുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു സംസ്കാരമായിട്ട് രൂപപ്പെടും. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അക്ഷരങ്ങൾ. കാരണം അക്ഷര ബ്രഹ്മം എന്നാ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ കുടുംബ സമ്പർക്കമൊക്കെ നടത്തുമ്പോൾ നമസ്തേ പറയും. കൂടുതൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ വലിയ തത്വങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു സ്പാർക്കാണ്, ഒരു സ്വിച്ച് ഓൺ ആക്കുന്നത് പോലെയാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ നമസ്തേ എന്ന് പറയും. അവർക്ക് ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകളിൽ നിന്ന് അവർക്ക് സ്വന്തം ജീവിതത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ടീച്ചർ പറഞ്ഞതുപോലെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു അടിത്തറ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ എത്രത്തോളം അത്തരം സൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, സമയം ഏറെ വൈകിയിരിക്കുന്നു. ശശികല ടീച്ചർക്ക് വളരെയധികം നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ്. നല്ല വ്യക്തികളെ നമുക്ക് കിട്ടുന്നു എല്ലാ കാര്യത്തിലും. അപ്പോ നമ്മുടെ ആകാശാത് പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സനാതന ധർമ്മത്തിലേക്കുള്ള ആ മഹാസാഗരത്തിലേക്ക് ഉള്ള ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പോ പല തരത്തിൽ പല പരിപാടികളിലൂടെ നമുക്ക് ആ ലക്ഷ്യം നേടണം. അത്രേ പറയാനുള്ള ഈ സമയത്ത്. ഏതായാലും വളരെ സന്തോഷം. 2 വാക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ സന്തോഷം. ടീച്ചർക്ക് ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കർ. വളരെ സന്തോഷം മാധവേട്ട. ഇന്നിവിടെ ഈ പരിപാടി പങ്കെടുത്ത ടീച്ചർക്കും ഇവിടെ പങ്കെടുത്തിരുന്ന മറ്റുള്ള മഹത്വക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ കൊല്ലം ചാപ്റ്റർ കോർഡിനേറ്ററായ വാമനേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. വാമനേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. വാമനേട്ടൻ
എനിക്ക് തോന്നുന്നു അദ്ദേഹം തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ജയേട്ടനെ ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് സംസാരിച്ച് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി. ജയശങ്കര, തീർച്ചയായിട്ടും ടീച്ചറുടെ ക്ലാസ്, ഇന്നത്തെ ഈ സനാതന ധർമാമൃതം എന്ന ഇന്നത്തെ ഈ പ്രഭാഷണം വളരെ ഉത്തമമായിരുന്നു. ഈ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തെ നാം ഏവരും പരിപാലിക്കേണ്ടതായ, ആചരണത്തിലൂടെ പരിപാലിക്കേണ്ടതായ കാരണങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഉണ്ടായ ചിന്ത, നാം ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണ് എന്ന് ടീച്ചർ ഊട്ടിയുറപ്പിക്കുകയും കൂടിയായിരുന്നു എന്നുള്ളതിൽ അത്യധികമായ ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് അപ്പം സത്യത്തിൽ ടീച്ചർ അത് പറഞ്ഞു. അത് കഴിഞ്ഞ് മാധവേട്ടൻ ഇപ്പോൾ പറയുണ്ടായി, ഞാനൊരു ഭാഗവത സപ്താഹം കഴിഞ്ഞങ്ങോട്ട് വരണ വഴിയാണ് എന്ന്. അപ്പോൾ സത്യത്തിൽ ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്ന ഒരു വരിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇന്നത്തെ ഈ ക്ലാസ് കേട്ടപ്പോൾ. എന്താണ്? അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മൈദീനേ ദയാപരേ എന്നാണ്. അപ്പോൾ ഇന്നിവിടെ വന്ന് ചേർന്ന് നമുക്ക് വേണ്ടി ഇത്ര മനോഹരമായ സനാതന ധർമാമൃതം എന്ന ഈ ക്ലാസ് നമുക്ക് ഏവർക്കും പറഞ്ഞു തന്ന് സനാതനധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഉണ്ടായിരിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചും എന്തൊക്കെ ചെയ്യണമെന്നും വളരെ മനോഹരമായി നമുക്ക് ഈ ക്ലാസ് എടുത്തു തന്ന ടീച്ചർക്കും, അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സനാതന ധർമ്മ സച്ചരിതകൾക്കും സച്ചരിതന്മാർക്കും ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ നാമധേയത്തിൽ അത്യധികമായ ചാരിതാർത്ഥ്യത്തോടുകൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ആ സാക്ഷാത് ജഗദംബികയുടെ പാതാരവിന്ദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്നേക്ക് വിട. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. സന്തോഷം ജയേട്ടാ. എല്ലാവർക്കും ആചാര്യസ്വാമികളുടെയും ജഗദീശ്വരുടെയും കാരുണ്യകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, ജയശങ്കര. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കർ, ജയശങ്കര, 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 ജയശങ്കര.